അപ്പോൾ ഇവിടെ കർണനെ നിരീക്ഷിക്കുമ്പോൾ കർണനെ നിരീക്ഷിക്കേണ്ടത് നമ്മൾ എവിടെ നിന്നാണ്? അപ്പം നേരത്തെ ഹരികൃഷ്ണൻ വളരെ മനോഹരമായിട്ടുള്ളൊരു ടൈറ്റിലാണ് ഇത് കൊടുത്തത്. ഈ ടൈറ്റിൽ മഹാഭാരതത്തിൽ തന്നെ ഉള്ളതാണ്. അവിചാരിതമായി സംഭവിച്ചതായിരിക്കാം, മറ്റൊരു രൂപത്തിലാണ് മഹാഭാരതത്തിൽ അത് വരുന്നത്. കർണനെ നിരീക്ഷിക്കേണ്ടത് നമ്മൾ എവിടെ നിന്നാണ്? മഹാഭാരതത്തിൽ നിന്നാണ് കർണനെ നിരീക്ഷിക്കേണ്ടത്. നേരത്തെ ഹരികൃഷ്ണൻ പറഞ്ഞതുപോലെ മഹാഭാരതവുമായി അനുബന്ധമായ മഹാഭാരതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് കർണനെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് നമ്മുടെ സാഹിത്യത്തിൽ, ലോകോത്തര സാഹിത്യത്തിൽ, എല്ലാത്തിലും, ഇംഗ്ലീഷിലും അല്ലെങ്കിൽ ഇന്ത്യൻ പ്രാദേശിക ഭാഷകളിലും അതിൽ ഏറ്റവും പോപ്പുലറായിട്ടുള്ള പി.കെ. ബാലകൃഷ്ണന്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന വലിയ അതിഗംഭീരമായ പുസ്തകം, അത് അക്കാലത്ത്, നമ്മളൊന്ന് ആശ്രമത്തിൽ ചേർന്നിട്ടില്ല, അക്കാലത്ത് വായിച്ച് നമ്മൾ പറയില്ല, ഇങ്ങനെ വായനാ ലോകത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ആനന്ദിപ്പിക്കുന്ന, മഹാഭാരതത്തിലേക്കൊക്കെ എത്തി നോക്കാൻ പ്രേരിപ്പിക്കുന്നതാണ്. അത് എം.ടിയുടെ രണ്ടാം ഊഴാണെങ്കിലും അതൊക്കെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് വായിച്ചിട്ടുള്ളതാണ്. അപ്പം ഇത്തരം, അത് രണ്ടാം ഊഴാണെങ്കിലും ഈ പറഞ്ഞ പി.കെ. ബാലകൃഷ്ണന്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ ആണെങ്കിലും, നമ്മുടെ കെ.എൻ. മുൻഷിയുടെ മിഥിലാപുരി, ഇതൊക്കെ മഹാഭാരതത്തെ ഉൾക്കൊണ്ടിട്ട് എഴുതിയിട്ടുള്ള ആളുകളുടെ കൃതികളാണ്. പക്ഷെ അതിൽ നിന്നാണ് നമ്മൾ കർണനെ, അല്ലെങ്കിൽ ഈ കർണനെ കാണേണ്ടത് എന്ന് ചോദിച്ചാൽ, നിരീക്ഷിക്കേണ്ടത്. അപ്പം നമ്മൾ പ്രത്യേകം അത് പറയണം. മിഥിലാപുരിയിലെ കെ.എൻ. മുൻഷി കണ്ട കർണൻ, അല്ലെങ്കിൽ പി.കെ. ബാലകൃഷ്ണന്റെ ഇനി ഞാൻ ഉറങ്ങട്ടെയിലെ കർണൻ, അല്ലെങ്കിൽ എം.ടിയുടെ രണ്ടാമൂഴത്തിൽ വരുന്ന കർണൻ, രണ്ടാമൂഴത്തിൽ ഭീമൻ മാത്രമല്ലല്ലോ, എല്ലാവരും വരുന്നുണ്ട്, അതിലെ കർണൻ. ഇവിടെ നമ്മൾ നിരീക്ഷിക്കുന്നത് കർണനെ. ആരാണ് കർണനെ അവതരിപ്പിച്ചത്? വേദവ്യാസരാണ്. ആ വേദവ്യാസര് കർണനെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനെയാണ് നമ്മളിവിടെ മൂലഗ്രന്ഥം എന്ന് പറയുന്നത്. അതെന്താണ്? മഹാഭാരതം. മഹാഭാരതത്തിൽ എവിടെയൊക്കെ കർണനെ കുറിച്ച് പരാമർശമുണ്ട് എന്ന് ചോദിച്ചാൽ, കർണനെ കുറിച്ച് ഒരു പർവ്വം തന്നെയുണ്ട്, കർണപർവം എന്നൊരു പർവ്വം തന്നെയുണ്ട്. പക്ഷേ കർണനെ മനസ്സിലാക്കുന്നത് മഹാഭാരതത്തിൽ ഈ പർവ്വങ്ങളിലോ എവിടെയുമല്ല. കർണനെ മനസ്സിലാക്കേണ്ടത് ശാന്തി പർവ്വത്തിലാണ്. ഈ ശാന്തി പർവ്വം ആരംഭത്തിൽ, അതിൻ്റെ ഈ മഹാഭാരതത്തിൻ്റെ ഘടന 18 പർവ്വങ്ങളോട് കൂടിയിട്ടുള്ളതാണ്. നേരത്തെ ഇവിടെ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ 1.25 ലക്ഷത്തോളം അടുക്കുന്ന, കൃത്യസംഖ്യ പറയുകയാണെങ്കിൽ 1.25 ലക്ഷം വരില്ല, 1,18,000 അടുത്ത് വരുന്ന ശ്ലോകം, നമ്മൾ ഹരിവംശം കൂടെ കൂട്ടിയാൽ അത്രയും വരും. പിന്നെ ശ്ലോകസംഖ്യയിൽ നമുക്ക് മാറ്റങ്ങളൊക്കെ വരുത്താം. അതായത് ഇപ്പോൾ ഒരു വൈശമ്പായന ഉവാച എന്ന് പറയുന്നത് ഒരു ശ്ലോകമായിട്ട് വേണമെങ്കിൽ ഗണിക്കാം. അങ്ങനെ ഗണിക്കുന്നവരുണ്ട്. അങ്ങനെ ഗണിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ 1.25 ലക്ഷം ശ്ലോകങ്ങൾ വരും. അപ്പം സംഖ്യയിൽ നമ്മൾ അത്ര ബലം കൊടുക്കേണ്ടതില്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് മാറ്റാവുന്നതാണ്. അപ്പം പറഞ്ഞു വന്നത്, ഈ 18 പർവ്വങ്ങളിൽ മഹാഭാരതത്തിലെ ഏറ്റവും വലിയ പർവ്വമാണ് ശാന്തി പർവ്വം. ശാന്തി പർവ്വം മഹാഭാരതത്തിൻ്റെ 8ാമത്തെ പർവ്വമായിട്ടുള്ള ശാന്തി പർവ്വം അതിഗംഭീരമായിട്ടുള്ള കാര്യങ്ങളെ അവതരിപ്പിക്കുന്ന, ജ്ഞാനപ്രധാനമായിട്ടുള്ള എല്ലാ സംവാദങ്ങളും നടക്കുന്ന ഒരു പർവ്വമാണ്. അതിൻ്റെ വലിപ്പം കൊണ്ടും വലുതാണത്. ഏറ്റവും വലിയ പർവ്വമാണ്, ശ്ലോകങ്ങൾ ഏറ്റവും കൂടുതൽ ശ്ലോകങ്ങളുള്ള പർവ്വമാണ് ശാന്തി പർവ്വം. ഈ ശാന്തി പർവ്വത്തിലെ ആദ്യത്തെ 3 അധ്യായമാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. ഈ 3 അധ്യായത്തിന് ശരിക്കും പറഞ്ഞാൽ ഈ പർവ്വത്തിൻ്റെ പിന്നെ ഉള്ളിലേക്ക് വരുന്നതിന് ഉപപർവമായിട്ടാണ് കണക്കാക്കുക. പിന്നെ വരുന്നതാണ് അധ്യായം. ഇതാണ് മഹാഭാരതത്തിൻ്റെ രീതി. മറ്റേ രാമായണത്തിൽ കാണ്ഡങ്ങളും ഉപകാണ്ഡങ്ങളും അധ്യായങ്ങളും പറയുന്നത് പോലെ, ഇവിടെ ശാന്തി പർവ്വത്തിലെ ആദ്യത്തെ പർവ്വം എന്ന് പറയുന്നത് രാജധർമാനുശാസന പർവ്വമാണ്. ആ രാജധർമാനുശാസന പർവ്വത്തിലെ ഉപപർവമാണ്, അല്ലെങ്കിൽ അധ്യായമാണ് കർണാഭിജ്ഞാനം. 1ാമത്തെ അധ്യായം കർണാഭിജ്ഞാനമാണ്.
രണ്ടാമത്തെ അധ്യായം കർണന്റെ ശാപമാണ്. മൂന്നാമത്തെ അധ്യായം കർണന്റെ വീര്യകഥനമാണ്. അപ്പൊ ഈ കർണാഭിജ്ഞാനം എന്ന് പറഞ്ഞാൽ കർണനെ അറിയുക, നന്നായി അറിയുക എന്നതാണ് അധ്യായത്തിന്റെ താത്പര്യം. അപ്പൊ കർണനെ നന്നായി അറിയേണ്ടത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഇവിടെയാണ്, മഹാഭാരതത്തിലെ ശാന്തി പർവ്വത്തിലാണ്. ആരൊക്കെയാണ് കർണനെ കുറിച്ച് പറയുന്നത് ഇവിടെ? ധർമ്മപുത്രൻ പറയുന്നു, സ്വന്തം അമ്മ പറയുന്നു, ഇതിലൊക്കെ സർവോപരി നാരദൻ പറയുന്നു. ഇവരൊക്കെ നമ്മുടെ മഹാഭാരതത്തിലെ ഓതന്റിക് ആയിട്ടുള്ള ആളുകളാണ്. ഇവരുടെ വചനങ്ങൾ പാഴ്വചനങ്ങളല്ല, പാഴ്വാക്കുകളല്ല. ഇവര് സത്യത്തെ ബോധിപ്പിക്കുന്ന ആളുകളാണ്. മഹാഭാരതത്തിൽ തന്നെ പാഴ്വാക്കുകൾ പറയുന്ന ആൾക്കാരുണ്ട്. അത് വ്യാസൻ അങ്ങനെ അവതരിപ്പിച്ചിട്ടുണ്ട്. അവരുടെ വാക്കുകളെ മുഖവിലേക്ക് എടുക്കേണ്ടതില്ല എന്നുള്ളത്. അപ്പൊ ഇത് അങ്ങനെയുള്ളവരല്ല. അപ്പൊ ഇതില് ഈ 3 അധ്യായങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ 3 അധ്യായങ്ങളും നമ്മളിവിടെ പരിശോധിക്കുന്നതായിരിക്കും. നമ്മളിപ്പോൾ ഉള്ളത് അമേരിക്കയിലാണ്, നിങ്ങൾ നാട്ടിലാണെന്ന് അറിയാം. സമയം നമ്മളിതിന് എന്താ പറയുക, നമ്മുടെ മുന്നിൽ സമയത്തിൻ്റെ സൂചികയിലേക്ക് നമ്മൾ നോക്കുന്നില്ല. എത്ര സമയം നിങ്ങൾ അവിടെ ഇരിക്കാമോ നിങ്ങൾക്ക് ഇരിക്കാം. പിന്നെ ഹരീഷൻ ചില സൂചനകളൊക്കെ തന്നിരുന്നു 10 മണി വരെയൊക്കെ എന്ന്. ഇതിലെ ചോദ്യോത്തരം, നമ്മൾ ആ ചോദ്യോത്തരത്തിനേക്കാളൊക്കെ ഉപരി കർണനെ ഇവിടെ ക്ലബ് ഹൗസിൽ പല ഇതിലും വളരെ ഒരു തെരുവുണ്ടയ്ക്ക് സമാനമായിട്ടും, അല്ലെങ്കിൽ നികൃഷ്ട ജന്മത്തിൻ്റെ ഒരു അത്രയും ഒരു വളരെ വളരെ ഏറ്റവും നീചവും നിന്ദ്യവുമായിട്ടുള്ള ഒരു കഥാപാത്രമായിട്ടൊക്കെ അവതരിപ്പി അങ്ങനെ ഒരു അവതരണം ഉണ്ടായപ്പം പറഞ്ഞപ്പോൾ നമുക്കും തോന്നിയിട്ടുള്ള ഒരു എന്താന്ന് പറഞ്ഞാൽ നമുക്കൊരു വിഷമാണ് തോന്നി. കാരണം ഇതിനെ എതിർക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവരിപ്പോൾ കൃഷ്ണനെയും തെറി പറയും, അത് വേറെ കാര്യം, അത് അവരുടെ ഒരു സഹജമായ അറിവില്ലായ്മയായിട്ട് നമുക്ക് കാണാം. പക്ഷെ ഇതിനോട് ആഭിമുഖ്യം പുലർത്തുന്നവർ അവരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഉണ്ടാവുമ്പോൾ അതിൽ വലിയ സമൂഹത്തിന് കൊടുക്കുന്ന തെറ്റായ ഒരു സന്ദേശമുണ്ട്. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇപ്പൊ ഗീതയിൽ തന്നെ പറയും, യദ്യത് ആചരതി ശ്രേഷ്ഠ തത്തദ്ദേവേ തരോജന സയത് പ്രമാണം കുരുതേ ലോകസ്ഥതനു വർത്തതേ എന്ന്. ശ്രേഷ്ഠന്മാരെന്ന് തോന്നുന്നവർ ചെയ്യുന്നത് മറ്റുള്ളവരെ അനുകരിക്കുന്നു, അവരുടെ വാക്കുകൾ മറ്റുള്ളവർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നമ്മളെപ്പോഴും, അത് ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒരു ഒരു ഒരച്ഛൻ എന്ന നിലയിൽ എനിക്ക് എൻ്റെ മക്കളുടെ മുന്നിൽ, ഭാര്യയുടെ മുന്നിൽ, സുഹൃത്തുക്കളുടെ മുന്നിലൊക്കെ നമുക്കൊരു ശ്രേഷ്ഠതയുണ്ടല്ലോ. അപ്പോൾ ഓരോരുത്തരും ശ്രേഷ്ഠന്മാരാണ്. അപ്പോൾ നമ്മുടെ വാക്കുകൾ കേൾക്കുന്ന, വിശ്വസിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അങ്ങനെ തെറ്റായി പോകാൻ പാടില്ലാത്തത്. അതുകൊണ്ടാണ് നമുക്കിത് ഇങ്ങനെ ഹരികൃഷ്ണൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു തീർച്ചയായിട്ടും നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാം. കാരണം നമ്മൾ ആധികാരികമായിട്ട് പറയണം. വായെ തോന്നിയ കോതയ്ക്ക് പാട്ട് എന്നുള്ളത് അത് ആർക്കും സാധ്യമാണ്. ആധികാരികതയാണ്, നേരത്തെ വിഷ്ണു പറഞ്ഞതുപോലെ, അത് വളരെ പ്രധാനമാണ്. ആധികാരികമല്ലാതെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാറില്ല. അത് ആധികാരികമായിട്ട് തന്നെ. അതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ ആധികാരികമായിട്ട് ഈ വിഷയം അവതരിപ്പിക്കുന്നത്. ഇന്നടത്ത് നിന്നാണ്. നിങ്ങളുടെ കൈവശം മഹാഭാരതം ഉണ്ടെങ്കിൽ ശാന്തിപർവ്വം എടുക്കാം. ആ ശാന്തിപർവ്വത്തിലെ ഈ 3 അധ്യായങ്ങളാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു സമയക്രമവും കാര്യങ്ങളും ഒക്കെ അതെങ്ങനെയാണോ വഴിയെ വരുന്നത് പോലെ വരട്ടെ. ഏതായാലും മഹാഭാരതം ഇത് നമ്മുടെ ടൈറ്റിൽ സോങ് നിങ്ങൾ കേട്ടു. എന്താണ്? മഹാഭാരത കഥ. ഇതൊരു കഥയാണ്, വ്യാസർ അവതരിപ്പിച്ചിട്ടുള്ള കഥയാണ്. എന്താണ് ഈ കഥയുടെ താല്പര്യം? കഥാഹി പുരുഷാർത്ഥഖി. ഇത് പുരുഷാർത്ഥത്തെ കുറിച്ചുള്ളതാണ്. എന്താണ് പുരുഷാർത്ഥങ്ങൾ? ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അതിൽ തന്നെ പറയുകയാണ് സ്വാർത്ഥക്കി പരമാർത്ഥക്കി. ഇതിൽ സ്വാർത്ഥതയുടെ, പരമാർത്ഥത്തിൻ്റെ ഒക്കെ രഹസ്യങ്ങൾ ഇതിൽ പറഞ്ഞിരിക്കുന്നു. കൃഷ്ണൻ അർജുനന് ഉപദേശിക്കപ്പെട്ടിട്ടുള്ള മഹത്തായ രഹസ്യം, ഭഗവത്ഗീത, അത് ഇതിലാണുള്ളത്. ഇത് ലോകത്തിൻ്റെ കല്യാണത്തിന് വേണ്ടിയാണ്. ഇങ്ങനെയൊക്കെയാണ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നമുക്കിവിടെ കൃതി ആരംഭിക്കാം. മഹാഭാരതത്തെ അറിയപ്പെടുന്നത്, മഹാഭാരതം എന്ന കൃതിയിൽ, ആ കൃതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ജയം എന്ന പേരിലാണ്. അപ്പം ആ കൃതി എങ്ങനെയാണ് അനുസന്ധാനം ചെയ്യേണ്ടത് എന്നുള്ളത് ശിഷ്ടാചാരം നേരത്തെ ഇവിടെ പറഞ്ഞു. അത് വ്യാസപീഠത്തിലിരുന്ന് ചെയ്യുന്നത്. ഏത് കസേരയിൽ എവിടെ ഇരുന്നാലും അത് വ്യാസപീഠമാണ് എന്നാണ് സങ്കല്പം. അതുപോലെ മഹാഭാരതത്തെ അനുസന്ധാനം ചെയ്യുമ്പം ശിഷ്ടാചാരമുണ്ട്, പൂർവികർ അനുവർത്തിച്ച ഗ്രന്ഥത്തിൽ പറയുന്നതായിട്ടുള്ള കാര്യം. എന്താണത്?
നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നാരായണം നമസ്കൃത്യ, സാക്ഷാൽ ഭഗവാൻ നാരായണനെ നമസ്കരിച്ചിട്ട്, ഒപ്പം നരം ച ഏവ നരോത്തമം, നരനെയും മനുഷ്യരായിട്ടുള്ള നമ്മളെ മനുഷ്യന്മാരെയും ഉത്തമനായിട്ടുള്ള നരൻ, നമുക്ക് ഈ നരോത്തമം എന്നുള്ളത് ആരിലും വേണമെങ്കിൽ സന്നിവേശിപ്പിക്കാം, നമ്മുടെ ഗുരുവായിട്ട് സങ്കല്പിക്കാം. ഇതിനൊക്കെ അപ്പുറത്ത് ദേവിയും സരസ്വതിയും, വിദ്യയുടെ വിദ്യാസ്വരൂപിണിയായിട്ടുള്ള സരസ്വതി ദേവിയെ ഞാൻ നമസ്കരിക്കുന്നു, വ്യാസരെയും ഞാൻ നമസ്കരിക്കുന്നു. തതോ അനന്തരം ജയം ഉദീരയേത്, ജയത്തെ, മഹാഭാരതത്തെ ഇവിടെ പറയുന്നു. മഹാഭാരതം ആരാരോട് പറയുന്നതാണ്? വൈശമ്പായനൻ, ലോമഹർഷണൻ മുതലായിട്ടുള്ള ഋഷീശ്വരന്മാർക്ക് വലിയ ഒരു നൈമിശാരണ്യത്തിൽ കൂടിയിരിക്കുന്ന ആ സദസ്സിൽ പറയപ്പെട്ടിട്ടുള്ളതാണ് എന്നൊക്കെ ഉള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പരീക്ഷത്തിൻ്റെ ജനമേജയൻ്റെ സർപ്പയാഗം, അതൊക്കെ അവിടെ വലിയ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം തിരിച്ചെത്തി നൈമിശാരണ്യത്തിൽ വിശ്രമിക്കുന്ന സമയത്ത് നടക്കുന്ന ഒരു സംവാദമായിട്ടാണ് മഹാഭാരതത്തിലെ ആദിപർവത്തിൽ അതിൻ്റെ ആരംഭത്തിൽ കാണുക. അപ്പൊ എവിടെയൊക്കെ അധ്യായം വീണ്ടും വീണ്ടും ആരംഭിക്കുന്നുണ്ടോ, അപ്പൊ അവിടെയൊക്കെ വൈശമ്പായനൻ പറയുന്നതായിട്ടാണ് പറയുക. ഇവിടെയും ഒന്നാമത്തെ ശ്ലോകം വൈശമ്പായന ഉവാച, വൈശമ്പായനൻ പറഞ്ഞു. എന്താണ് പറയുന്നത്? അപ്പോ ഇതേതാണ് സന്ദർഭം എന്ന് ചോദിച്ചാൽ, ഭീഷ്മപർവം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യുദ്ധം അവസാനിച്ചു കഴിഞ്ഞു. അത് ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. യുദ്ധമൊക്കെ അവസാനിച്ചു കഴിഞ്ഞു. ദുഃഖിതനായ യുധിഷ്ഠിരൻ, പാണ്ഡവന്മാരിൽ യുധിഷ്ഠിരന്റെ ദുഃഖത്തെക്കുറിച്ചൊക്കെ ഇതിൽ പറയുന്നു. അപ്പോൾ അതാണ് സന്ദർഭം. ആ സന്ദർഭത്തെ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. ആദ്യമായിട്ട് മഹാഭാരതമൊക്കെ കേൾക്കുന്നവർക്ക് വേണ്ടി പറയുകയാണ്. വൈശമ്പായന ഉവാച, വൈശമ്പായനൻ പറഞ്ഞു. കൃതോദകാസ്തേ സുഹൃതാം സർവേഷാം പാണ്ഡുനന്ദനാഃ വിദുരോ ധൃതരാഷ്ട്രശ്ച സർവാശ്ച ഭരതസ്ത്രിയഃ തത്ര തേ സുമഹാത്മാനോ ന്യവസൻ പാണ്ഡുനന്ദനാഃ ശൗചം നിവർത്തയിഷ്യന്തോ മാസമാത്രം ഹി പുരാൻ കൃതോദകം തു രാജാനാം ധർമ്മപുത്രം യുധിഷ്ഠിരം അഭിജഗ്മുർമഹാത്മാനഃ സിദ്ധാ ബ്രഹ്മർഷി സത്തമാഃ ദ്വൈപായനോ നാരദശ്ച ദേവലശ്ച മഹാൻ ഋഷിഃ ദേവസ്ഥാനശ്ച കണ്വശ്ച തേഷാം ശിഷ്യാശ്ച സത്തമാഃ. ഇവിടെ എന്തിനാണ് ഈ മഹാഭാരതം മൂലശ്ലോകങ്ങൾ നിങ്ങളെ മുന്നിൽ ഇങ്ങനെ ചൊല്ലി ചൊല്ലി പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മൂലശ്ലോകം നിങ്ങൾ കേൾക്കേണ്ടതുണ്ട്. ഇതാണ് വ്യാസർ രചിച്ചിട്ടുള്ളതാണ്. അപ്പോൾ വ്യാസരചനയായിട്ടുള്ള ഈ ശ്രീമദ് മഹാഭാരതം, ഇതിനെ നമ്മൾ മലയാളത്തിൽ വിദ്വാൻ പ്രകാശത്തിന്റെ വിദ്യാർത്ഥിമിത്രം പണ്ട് പ്രസിദ്ധം ചെയ്യുകയും 2-3 വോള്യങ്ങളായിട്ട്, പിന്നീട് അത് കറന്റ് ബുക്ക് പ്രസിദ്ധീകരിക്കുകയും, പിന്നീട് ഇപ്പൊ അവസാനം വിദ്വാൻ പ്രകാശത്തിന്റെ മകന്റെ അടുത്തു നിന്നൊക്കെ അതിന്റെ പകർപ്പവകാശം, കോപ്പി പബ്ലിഷ് ചെയ്യാനുള്ള അവകാശം DC ബുക്ക് കൈവശപ്പെടുത്തുക പറഞ്ഞാൽ DC ബുക്കിലെ അവർക്ക് നൽകി. അതിന് DC ബുക്ക് ഇപ്പൊ DC ബുക്കാണ് അത് ഇത് ചെയ്യുന്നത്, പബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ DC ബുക്കിൽ ഈ പുതിയ പബ്ലിഷ് ചെയ്തത്, നമ്മൾ പഴയ ഒറിജിനൽ വിദ്വാൻ പ്രകാശത്തിന്റെ ഈ പറഞ്ഞ വലിയ ഒരുപാട് കറന്റ് ബുക്ക് അത് ഇറക്കിയ സമയത്ത് കുറെ വോളിയം ഉണ്ടായിരുന്നു. പിന്നീട് വിദ്യാർത്ഥി മിത്രം ഇറക്കിയപ്പോൾ അത് 3 വോളിയായി. ഇപ്പൊ കറന്റ് ബുക്ക് 2 വോളിയത്തിലാണ്. അപ്പൊ ഈ എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പൊ കയ്യിലില്ലാന്നേ ഉള്ളൂ, ആശ്രമത്തിലുണ്ട്. അപ്പോ പറഞ്ഞു വന്നത് എന്താന്ന് പറഞ്ഞാൽ, ഈ DC ബുക്ക് പുറത്തിറക്കിയിട്ടുള്ളതിൽ അത് കാണാം, അവർ അതിൽ ആമുഖമായിട്ട് അവർ എഴുതിയിട്ടുണ്ട്, ഇതിനെ കുറേയും കൂടെ എഡിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലതൊക്കെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ഇതിനെ ഒന്ന് സംക്ഷിപ്തമാക്കിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അതിനെ ഒന്ന് ഒരു ക്രിസ്പ് ഫോമിലാക്കിയിട്ടുണ്ട് എന്ന് പറയാം ഇപ്പം. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ ഏത് മഹാഭാരത ഉള്ളത് നമുക്കറിയില്ല. നിങ്ങൾ മൂലം മഹാഭാരതം കയ്യിൽ മലയാളത്തിൽ കിട്ടാൻ സാധ്യത കുറവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാൻസ്ക്രിറ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ചൗക്കമ്പയുടെ
ചൗക്കമ്പ പ്രതിഷ്ഠാൻ എന്ന് പറഞ്ഞു വാരണസിയിലുള്ള അവരുടെ ലൈബ്രറി ഇതിൽ പോയി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സാൻസ്ക്രിറ്റിലായിരിക്കും. അപ്പോൾ ഹിന്ദി ഒക്കെ വായിക്കാൻ അറിയുന്നവർക്ക് സാൻസ്ക്രിറ്റ് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് അത് വായിക്കാൻ സാധിക്കും. അപ്പോൾ ശാന്തി പർവ്വമാണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്താ ആദ്യത്തെ ശ്ലോകം കൊണ്ട് പറഞ്ഞത്? അപ്പോൾ അതിൻ്റെ ഒക്കെ മലയാളത്തിൽ അർത്ഥവും പറയാം. കൃതോദകാസ്തേ സുഹൃതാം സർവേഷാം പാണ്ഡുനന്ദന വിതുരു ധൃതരാഷ്ട്രശ്ച സർവാംശ്ച ഭരതസ്ത്രീയ. വൈശമ്പായനൻ പറയുന്നതാ. ആരോടാ പറയുന്നത്? ജനമേജയനോട് പറയുന്നതാണ്. ഈ പാണ്ഡവന്മാരൊക്കെ സർവേഷാം പാണ്ഡുനന്ദന, പാണ്ഡവന്മാരും അതുപോലെ വിതുരൻ, ധൃതരാഷ്ട്രൻ, വിതുരോ ധൃതരാഷ്ട്രശ്ച സർവാശ്ച ഭരതസ്ത്രീയ, ആ ഭരതവംശത്തിൽപ്പെട്ട മുഴുവൻ സ്ത്രീകളും എവിടെ എത്തി? അവരൊക്കെ ഗംഗാനദിയുടെ തീരത്ത് വന്നു. എന്നിട്ടോ ഈ മരണപ്പെട്ടവർക്കൊക്കെ ഉദകക്രിയ ചെയ്തു. അപ്പോഴോ തത്രതേ സുമഹാത്മാനോ ന്യവസൻ പാണ്ഡുനന്ദനാഹ ശൗചം നിവർത്തയിഷ്യന്തോ മാസമാത്രം ബഹിപുരാന്. ആ മഹാമനസ്കരായിട്ടുള്ള സുമഹാത്മാനോ പാണ്ഡുനന്ദനാഹ, മഹാമനസ്കരന്മാരായിട്ടുള്ള പാണ്ഡവന്മാര് എന്തിനായിക്കൊണ്ടാണ്? ആത്മശുദ്ധിക്ക് വേണ്ടിയിട്ട്, ശൗചം അതിനു വേണ്ടിയിട്ട് അവര് നിവർത്തയിഷ്യന്തോ മാസമാത്രം ബഹിപുരാൻ. പുരാൻ ബഹിഹി, പട്ടണത്തിന് പുറത്ത്. അപ്പൊ പട്ടണത്തിൽ നിന്ന് മാറി ഗംഗാതീരത്ത്, ഗംഗാതടത്തിന്റെ തീരത്ത് 1 മാസം വരെ അവരവിടെ താമസിച്ചു. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യം പറയാം. എന്നിട്ടോ കൃതോദകം തു രാജാനാം ധർമ്മപുത്രം യുധിഷ്ഠിരം അഭിജഗ്മുർമഹാത്മാനഃ സിദ്ധ ബ്രഹ്മർഷി സത്തമാഹ. കൃത എന്ന് പറഞ്ഞാൽ ചെയ്യപ്പെട്ടു. എന്ത്? ഉദകം. ഉദകം എന്ന് പറഞ്ഞാൽ ജലം എന്നാ. കൃതോദകം എന്ന് പറഞ്ഞാൽ ഉദകക്രിയ ചെയ്തു, ജലം കൊണ്ട് ചെയ്യുന്ന തർപ്പണം ചെയ്തു, മരണാനന്തര കർമ്മം ചെയ്തു. ആരൊക്കെയാണ്? ധർമ്മപുത്രരായിട്ടുള്ള യുധിഷ്ഠിരൻ, അങ്ങനെയുള്ള ഈ സിദ്ധന്മാര്. അഭിജഗ്മു മഹാത്മാനഹ സിദ്ധ ബ്രഹ്മർഷി സത്തമഹ. അവിടെ കർമ്മമൊക്കെ കഴിഞ്ഞിട്ടുള്ള യുധിഷ്ഠിരന്റെ അടുത്ത് ഈ മഹാത്മാക്കളായിട്ടുള്ള സിദ്ധന്മാരും ബ്രഹ്മർഷികളും ഒക്കെ അടുത്തെത്തി. ആരൊക്കെയാണ് ആ ബ്രഹ്മർഷിമാരും? ആരൊക്കെ എത്തി അടുത്ത്? ദ്വൈപായനോ നാരദശ്ച ദേവലശ്ച മഹാൻ ഋഷി ദേവസ്ഥാനശ്ച കണ്വശ്ച തേഷാം ശിഷ്യാശ്ച സത്തമാഹ. ഏറമൂളികളല്ല. മഹാഭാരതത്തിൽ അങ്ങനെ കുറെ ഏഴാങ്കൂലികളൊക്കെ ഉണ്ട്. ഇത് ഏഴാങ്കൂലികളുടെ മുന്നിൽ വെച്ചിട്ടല്ല ഈ പരിപാടി നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിത് പറഞ്ഞത്. ഇതാണ് ഇതിലെ ആധികാരികമായ വെളിപ്പെടുത്തൽ. ആരൊക്കെയാണ് ഇവര്? ദ്വൈപായനൻ, സാക്ഷാൽ വേദവ്യാസൻ. നാരദര്, ഋഷി ദേവലശ്ച മഹാൻ ഋഷി, ഋഷിമാരിൽ കേമനായിട്ടുള്ള ദേവലൻ. അതുപോലെ തന്നെ ആരൊക്കെയാണ്? ദേവസ്ഥാനനുണ്ട്, കണ്വശ്ച കണ്വ ഋഷിയുണ്ട്, തേശാം ശിഷ്യാശ്ച സത്തമാഹ. ഇവരുടെയൊക്കെ ഗംഭീരന്മാരായിട്ടുള്ള ശിഷ്യന്മാരും കൂട്ടത്തിലുണ്ട്. അന്യേച വേദവിദ്വാംസഃ കൃതപ്രജ്ഞ ദ്വിജാതയഃ ഗൃഹസ്ഥ സ്നാതക സന്തോ ദദൃശു കുരു സത്തമം. ഇനി ഇവരെ കൂടാതെ അന്യേച വേദവിദ്വാംസഃ, കൂടാതെ വേദത്തിന്റെ പൊരുളറിഞ്ഞ വിദ്വാൻമാര്, കൃതപ്രജ്ഞ ദ്വിജാതയഃ, ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടുള്ള ബ്രാഹ്മണ ശ്രേഷ്ഠരായിട്ടുള്ളവര്, ഗൃഹസ്ഥാശ്രമികള്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അനേകം ആളുകളൊക്കെ തന്നെ യുധിഷ്ഠിരനെ വന്ന് കണ്ടു. തേഭിഗമ്യ മഹാത്മാനഃ പൂജിതാശ്ച യഥാവിധി ആസനേഷു മഹാർഹേഷു വിവിശുസ്തേ മഹർഷയഃ. അവരവിടെ എന്ത് ചെയ്തു? ആ മഹാത്മാക്കള് തേ അഭിഗമ്യ മഹാത്മനഃ, ആ മഹാത്മാക്കള് അവിടെ ചെന്ന് യഥാവിധി, വിധിയാം വണ്ണം അവര് പൂജിക്കപ്പെട്ടവരായിട്ട് യുധിഷ്ഠിരൻ അവരെയൊക്കെ വളരെ ക്ഷേമമായിട്ട് അവിടെ അവരെയൊക്കെ ആസനം നൽകി, ഇരിപ്പിടം നൽകി അവരെ അവിടേക്ക് അവരെ അതാത് ഇരിപ്പിടങ്ങളിൽ ഇരുന്നു എന്ന് പറയാം. പ്രതിഗൃഹ്യ തത പൂജാം തത്കാല സദൃശീം തഥാ പര്യുപാസൻ യഥാന്യായം പരിവാര്യ യുധിഷ്ഠിരം പുണ്യേ ഭാഗീരഥീതീരെ ശോകവ്യാകുലചേതസം ആശ്വാസയന്തോ രാജാനാം വിപ്ര ശതസഹസ്രശഃ. അപ്പൊ അവിടെ
എന്താണ്? പ്രതിഗൃഹ്യ തഥ പൂജാം തത്കാല സദൃശീ തഥാ പര്യുപാസൻ യഥാന്യായം പരിവാര്യ യുധിഷ്ഠിരം. ആ സമയത്ത് ആ പൂജാതി സൽക്കാരങ്ങളെയൊക്കെ സ്വീകരിച്ചിട്ടുള്ള ആയിരക്കണക്കിന് ബ്രാഹ്മണന്മാരുണ്ടായിരുന്നു. അവരൊക്കെ ആ ഭാഗീരഥി തീരെ, ഭാഗീരഥി എന്ന് ഇവിടെ പറയുന്നത് ഗംഗയാണ്, ഗംഗയുടെ പേര് ഭാഗീരഥി എന്നും പേരാണ് ഗംഗയ്ക്ക്. അങ്ങനെ ആ ഗംഗാതീരത്ത് എങ്ങനെയുള്ള ശോകവ്യാകുല ചേതസം, ശോകവ്യാകുലനായിട്ടുള്ള ദുര്യോധനനെ, ക്ഷമിക്കണം, യുധിഷ്ഠിരനെ ആശ്വാസയന്തോ രാജാന വിപ്ര ശതസഹസ്രശഃ. ആയിരക്കണക്കിന് ബ്രാഹ്മണന്മാരൊക്കെ ഈ യുധിഷ്ഠിരനെ ആശ്വസിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ സമീപത്ത് അങ്ങനെ ഇരുന്നു. എന്നിട്ടോ നാരദസ്ത്വബ്രവീത് കാലേ ധർമ്മപുത്രം യുധിഷ്ഠിരം സംഭാഷ്യ മുനിഭിः സാർദ്ധം കൃഷ്ണദ്വൈപായനാദിഭി. എല്ലാ ഗംഭീരന്മാരും അവിടെ ഉണ്ട്. ആ സമയത്ത് നാരദഹാത്തു അബ്രവീത്, നാരദൻ യുധിഷ്ഠിരനോട് പറഞ്ഞു, കാലേ ധർമ്മപുത്രം യുധിഷ്ഠിരം സംഭാഷ്യ മുനിഭിः സാർദ്ധം കൃഷ്ണദ്വൈപായനാദിഭി. അപ്പൊ നാരദൻ എന്താ ഈ പറഞ്ഞ വ്യാസരും തുടങ്ങിയിട്ടുള്ള അവരോടൊക്കെ ആദ്യം നാരദർ കുശലാന്വേഷണം നടത്തി. ആദ്യത്തെ കുശലാന്വേഷണം വ്യാസർ മുതലായിട്ടുള്ള മറ്റുള്ള എല്ലാ ഋഷീശ്വരന്മാരോടും കുശലാന്വേഷണമൊക്കെ നടത്തി സംഭാഷണം നടത്തിയിട്ട് യുധിഷ്ഠിരനോട് നാരദര് സംസാരിക്കുന്നു. ഭവതാ ബാഹുവീര്യേണ പ്രസാദാത് മാധവസ്യ ച ജിതമേയമവനി കൃഷ്ണ ധർമ്മേണ ച യുധിഷ്ഠിര. ഭവത അങ്ങയാൽ, ബാഹുവീര്യേണ അങ്ങയുടെ കായബലം കൊണ്ട്, കൈബലം കൊണ്ടും, പ്രസാദാത് മാധവസ്യ പ്രസാദാത് ഭഗവാന്റെ കൃഷ്ണന്റെ പ്രസാദം കൊണ്ടും, ഈ അവനി ഭൂമി ജിതേ നീ ജയിച്ചു. അയം അവനി ജിതേ കൃഷ്ണ ജിതേ, നീ പൂർണ്ണമായിട്ട് ജയിച്ചു. ധർമ്മേണ ച യുധിഷ്ഠിര, ഇത് ധർമ്മം കൊണ്ടും ജയിച്ചതാണ്. അല്ലയോ യുധിഷ്ഠിര, അങ്ങയുടെ കരബലം കൊണ്ടും ഭഗവാൻ കൃഷ്ണന്റെ അനുഗ്രഹം കൊണ്ടും സർവോപരി ധർമ്മത്തിന്റെ ശക്തി കൊണ്ടും ഈ ഭൂമി നീ പൂർണ്ണമായി ജയിച്ചിരിക്കുന്നു. ദിഷ്ട്യ മുക്തസ്തു സംഗ്രാമാത് അസ്മാ ലോക ഭയങ്കരാത് ക്ഷത്രധർമ്മരതശ്ചാപി കശ്ചിൻ മോദസി പാണ്ഡവ. ഹേ പാണ്ഡുപുത്ര, എന്താണ് അങ്ങ് സംഗ്രാമാത് അസ്മാത് ലോകഭയങ്കരാത്, ഈ ലോകങ്ങളെ മുഴുവൻ ഭയപ്പെടുത്തിയിട്ടുള്ള ഈ യുദ്ധത്തിൽ നിന്ന് അങ്ങ് എന്താ മുക്തഹാതു, മോചനം നേടിയത്, അതിൽ നിന്ന് അങ്ങ് മോചിതനായത് വലിയ കാര്യം തന്നെ. ക്ഷത്രധർമ്മ, ഈ ക്ഷാത്രവീര്യം, നിങ്ങളുടെ ക്ഷത്രിയ ധർമ്മം അത് പരിപാലിക്കുന്നത് കച്ചിൻ മോദസി പാണ്ഡവ, അതുകൊണ്ട് നിങ്ങൾ അത് പാലിക്കുന്നതിൽ നിങ്ങൾ ഇനി തൽപരനാവണം. അതുകൊണ്ട് നിങ്ങൾ രാജ്യം ഇനി കേമായിട്ട് ഭരിക്കണം. കച്ചിൻ നിഹിതമാ മിത്ര പ്രീണാസി സുഹൃദോ നൃപ കച്ചിത് ശ്രിയമീമാം പ്രാപ്യ നത്വാം ശോകപ്രബോധത്തെ. അതുകൊണ്ട് ഇനി എന്താണ്, അങ്ങയുടെ ഈ ശത്രുക്കളൊക്കെ തന്നെ, അഹിതാമിത്ര, ഈ അഹിതം ചെയ്യുന്നവന്മാരൊക്കെ തന്നെ അവരുടെയൊക്കെ കാലം കഴിഞ്ഞു, അവരൊക്കെ കൊല്ലപ്പെട്ടു. ഇനി പ്രീണാസി സുഹൃദോ നൃപ, ഇനി അങ്ങ് ഈ ബാക്കിയുള്ള സുഹൃത്തുക്കളെയൊക്കെ, ശേഷിക്കുന്നവരെയൊക്കെ പ്രീണാസി, അവരെയൊക്കെ നിങ്ങൾ സന്തോഷിപ്പിക്കണം, അങ്ങ് സന്തോഷിപ്പിക്കണം. ത്വാം ശോക ന ത്വാം ശോക പ്രബോധതേ, ഇനി അങ്ങേക്ക് ശോകം എന്നുള്ളത് അങ്ങേക്കില്ല, ശോകത്തെയൊക്കെ അങ്ങ് ജയിച്ചു കഴിഞ്ഞു എന്ന് ഇത്രയും നാരദര് യുധിഷ്ഠിരനോട് പറയുകയാണ്. അപ്പൊ യുധിഷ്ഠിരൻ എന്താണ് പറയുന്നത്? യുധിഷ്ഠിര ഉവാച വിജിതേയം മഹീകൃഷ്ണ കൃഷ്ണബാഹുബലാശ്രയാത് ബ്രാഹ്മണാനാം പ്രസാദേന ഭീമാർജുന ബലേന ച. യുധിഷ്ഠിരൻ പറഞ്ഞു, അയം വിജിതേ, ഞാനിതാ ജയിച്ചു, മഹീകൃഷ്ണ, പൂർണ്ണമായിട്ട് ഈ ഭൂമിയെ. എങ്ങനെയാണ്? കൃഷ്ണബാഹുബലാശ്രയാത്, കൃഷ്ണന്റെ കരബലം കൊണ്ട്, അതുപോലെ ബ്രാഹ്മണാനാം പ്രസാദേന, ബ്രാഹ്മണരുടെ അനുഗ്രഹം കൊണ്ട്, ഭീമാർജുന ബലേന ച, ഭീമന്റെയും അർജുനന്റെയും ബലം കൊണ്ട് ഞാൻ ഈ യുദ്ധം അല്ലെങ്കിൽ ഈ ഭൂമിയെ
എന്താ പിടിച്ചെടുത്തു അല്ലെങ്കിൽ ജയിച്ചു എന്ന് പറയാം. ഇതം മമ മഹത് ദുഃഖം വർത്തതേ ഹൃദി നിത്യത കൃത്വാ ജ്ഞാതിക്ഷയമിമം മഹാന്തം ലോഭകാരിതം. പക്ഷേ ഇപ്പൊ എനിക്കൊരു പ്രശ്നമുണ്ട്. ഇതം മമ മഹത് ദുഃഖം, എന്നെ ഇപ്പം പിടികൂടിയിരിക്കുന്ന വലിയൊരു ദുഃഖമുണ്ട്. അതെന്താണ്? വർത്തതേ ഹൃദി നിത്യത. അതെന്നെ അങ്ങനെ എന്നെ വല്ലാതെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. അതെനിക്ക് അങ്ങോട്ട് പോകുന്നില്ല. ഇപ്പൊ 1 മാസം കഴിഞ്ഞല്ലോ ഗംഗാതടത്തിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട്, പക്ഷെ പോകുന്നില്ല. എന്താ കാരണം എന്നാണെങ്കിൽ കൃത്വ ജ്ഞാതിക്ഷയമിമം മഹാന്തം ലോഭകാരിതം. ലോഭകാരിതം, ഞാൻ വാസ്തവത്തില് ലോഭകാരിതമാണ്, ദുരാഗ്രഹം കാരണമായിട്ടാണ് ഞാൻ ഈ യുദ്ധം ചെയ്തത്. എന്നിട്ടോ ജ്ഞാതിക്ഷയം, ഈ ബന്ധുജനങ്ങളെ ഞാൻ കൊന്നു. അങ്ങനെ ബന്ധുജനങ്ങളെ കൊന്നു എന്നുള്ളതാണ് എന്നെ ഇപ്പൊ പിടികൂടിയിരിക്കുന്ന ഏറ്റവും വലിയ ദുഃഖം. ആരൊക്കെയാ കൊന്നത്? ആരൊക്കെ മരണപ്പെട്ടതാണ്? ഈ യുദ്ധത്തിൽ ആരൊക്കെ മരണപ്പെട്ടതാണ് എന്നെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുന്നത്? പറയുന്നു. എണ്ണി എണ്ണി ഓരോരുത്തരെ പറയുക. സൗഭദ്രം ദ്രൗപദേയാംശ്ച കാതയിത്വാ സുതാൻ പ്രിയാൻ ജയോ ജയമജയോ കരോ ഭഗവാൻ പ്രതിഭാതിമേ. ഭഗവൻ പ്രതിഭാതിമേ. ഹേ ഭഗവൻ, നാരദരെ വിളിക്കുകയാണ്, സംബോധന ചെയ്യുക. ഹേ ഭഗവൻ. ആരൊക്കെയാണ്? സൗഭദ്രം, സൗഭദ്രം എന്ന് പറഞ്ഞാൽ സുഭദ്രയുടെ പുത്രനായിട്ടുള്ള അഭിമന്യു. ദ്രൗപദേയാശ്ച, ദ്രൗപദിയിൽ തങ്ങളിലൂടെ ജനിച്ച ഓരോരുത്തരിലായി ജനിച്ചിട്ടുള്ള ദ്രൗപദേയന്മാരായിട്ടുള്ള 5 പുത്രന്മാർ, പ്രതിവിന്ധ്യൻ, ശ്രുതകീർത്തി, സുതസോമൻ തുടങ്ങിയിട്ടുള്ള 5 പേര്. ഇവരെയൊക്കെ ഘാതയിത്വ സുതാൻ പ്രിയാൻ, ഇവരൊക്കെ പ്രിയപ്പെട്ട പുത്രന്മാരായിട്ടുള്ളവരാ. ഇവരെയൊക്കെ വാസ്തവത്തിൽ ഇവരെയൊക്കെ യുദ്ധത്തിന് കുരുതിക്ക് കൊടുത്തിട്ട് ജയിച്ചതാണോ തോറ്റതാണോ? വാസ്തവത്തിൽ ഈ ജയം, അല്ലയോ ഭഗവൻ നാരദരെ കൊല്ലിച്ചിട്ട് എനിക്ക് കിട്ടിയ ജയം പരാജയമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. മാത്രമല്ല, കിംനു വക്ഷ്യതി വാർഷ്ണേയി വധൂർമേ മധുസൂദനം ദ്വാരകാ വാസിനി കൃഷ്ണം ഇത പ്രതിഗതം ഹരിം. മാത്രമല്ല, ഈ വൃഷ്ണികുലത്തിന്റെ വാർഷ്ണേയി, വൃഷ്ണികുല വധൂർമേ, വധുവായിട്ടുള്ള സുഭദ്ര, അവരിപ്പോ ഇവിടെയല്ല, ദ്വാരകാവാസിനി, അവര് ദ്വാരകയിലാണ് വസിക്കുന്നത്. കൃഷ്ണമിത പ്രതിഗതം ഹരിം, കൃഷ്ണൻ ഇവിടുന്ന് പോവും. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അവരവിടെ എത്തും. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ കിംനു വക്ഷ്യതി, അവര് ചോദിക്കുമ്പം കൃഷ്ണൻ എന്താണ് അവരോട് പറയാൻ പോണ ഉത്തരം? അത് ആലോചിക്കുമ്പം എനിക്ക് വയ്യ, ആലോചിക്കാൻ വയ്യ. ദ്രൗപദി ഹതപുത്രേയം കൃപണ ഹതബാന്ധവ അസ്മത് പ്രിയഹിതേ യുക്തോ ഭൂയ പീഡയതീവമാം. മാത്രമല്ല, ദ്രൗപദിയുടെ പുത്രന്മാര്, ബന്ധുക്കള്, അവരൊക്കെ കൊല്ലപ്പെട്ടു. ഈ ദ്രൗപദി എപ്പോഴും അസ്മത് പ്രിയഹിതേ യുക്തോ, നമ്മൾ എന്തൊക്കെ ചെയ്തോ അതിനൊക്കെ നമ്മുടെ പ്രിയത്തിന് കൂടെ നിൽക്കുന്നവളായിരുന്നു. ഇന്നിപ്പോ എനിക്ക് ഇവളെ കാണുമ്പോഴേ വല്ലാത്ത വിഷമം തോന്നുന്നു. ഇതമന്യത്തു ഭഗവൻ യത്വാം വക്ഷ്യാമി നാരദ മന്ത്രസംവരണേനാസ്മി കുന്ത്യ ദുഃഖേന യോജിത. ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ വളരെ വളരെ ശ്രദ്ധിക്കുക. ഇതമന്യൽത്തു ഭഗവൻ, ഇതമന്യത് തു ഭഗവൻ യത്വാം വക്ഷ്യാമി നാരദ, അല്ലയോ നാരദരെ, ഞാൻ ഇതിൽ നിന്ന് അന്യമായി വേറൊരു കാര്യം ഞാൻ അങ്ങയോട് പറയാം. മന്ത്രസംവരണേനാസ്മി കുന്ത്യ ദുഃഖേന യോജിത. കുന്തിയാൽ, എൻ്റെ അമ്മയാൽ ഞാൻ അങ്ങേയറ്റം ദുഃഖം ഇന്ന് അനുഭവിക്കുന്നു. അതെന്താണ്? മന്ത്ര സംവരണേനാസ്മി, ഒരു മന്ത്രത്തിന്റെ രഹസ്യം പറഞ്ഞിട്ട്, അതായത് കർണന്റെ ജനനത്തിന്റെ രഹസ്യം മറച്ചു വെച്ച് അമ്മ എന്നെ കൂടുതൽ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുന്നത്. ഇതമന്യത്തു ഭഗവൻ, അത് ഞാൻ ഇതാ അങ്ങയോട് പറയാം. എന്താണ്? യഹ് സ നാഗയുധബലോ ലോകേ പ്രതിരഥോരണേ. നോക്കണേ, യുധിഷ്ഠിരന്റെ ധർമ്മപുത്രരുടെ വാക്കുകളാ. ആരെക്കുറിച്ചാണ് പറയാൻ പോണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർണനെ കുറിച്ച്.
നിങ്ങളിവിടെ തെരുവുകുണ്ട എന്ന് വിളിച്ച് കർണനെ കുറിച്ച് യുധിഷ്ഠിരൻ ധർമ്മപുത്രർ പറയുന്നതാണ്. ആരാണ് കർണൻ? യഹ് സ നാഗായുധബലോ ലോകേ പ്രതിരഥോരണേ സിംഹഖേലഗതിർധീമാൻ ഗൃണീ ധാതായതവ്രത ആശ്രയോ ധാർത്തരാഷ്ട്രാണാം മാനീ തീക്ഷ്ണപരാക്രമഃ അമർഷി നിത്യസംരംഭീ ക്ഷേപ്താസ്മാകം രണേ രണേ ദീർഘാസ്ത്ര ചിത്രയോധീ ച കൃതി ചാദ്ഭുത വിക്രമ ഗൂഢോൽപ്പന്ന സുതകുന്ധ്യ ഭ്രാതാസ്മാകസൗ കില. എന്താ പറയണത്? യഹ യാതൊരുവനാണോ സ നാഗായുധ ബലഹ, ആയുധം നാഗബല, 10,000 ആനകളുടെ ശക്തിയുള്ളവൻ, ലോകേ അപ്രതിരഥ രണേ, ലോകത്തില് ഈ യുദ്ധത്തില് അവന് സമൻ വേറൊരുത്തനില്ല എന്ന് പറയാം. സിംഹകേല ഗതിർ ധീമാൻ, എന്നാലോ യുദ്ധഭൂമിയില് സിംഹത്തെ പോലെ ഗതിയുള്ളവനാ, സഞ്ചരിക്കുന്നവനും ധീമാൻ ബുദ്ധിമാനുമാണ്. അവൻ പൊട്ടനല്ല. ഗൃണീ, അവൻ അങ്ങേയറ്റം ശ്രേഷ്ഠൻ. ദാതാ, അവൻ ദയാലുവാണ്. ദാനശീലൻ, യഥവ്രത, ദാനശീലനാണ്. ആശ്രയോ ധാർത്തരാഷ്ട്രാണാം, ധാർത്തരാഷ്ട്രാണാം ആശ്രയ, ധൃതരാഷ്ട്രപുത്രന്മാർക്ക് മുഴുവൻ ആശ്രയമായിരുന്നു അവൻ. മാനീ, അവൻ അഭിമാനിയാണ്. തീക്ഷ്ണ പരാക്രമ, അവൻ പരാക്രമത്തിൽ കഠിന പരാക്രമിയാണ്, കോംപ്രമൈസ് ഇല്ലാത്തവനാണ്. അമർഷി, അവന് എല്ലാ അമർഷങ്ങളെയും സഹിക്കാൻ കെൽപ്പുള്ളവനായിരുന്നു. അവൻ എല്ലാ അമർഷങ്ങളും സഹിച്ചവനാണ്. അമർഷി, അവൻ അമർഷശീലനായിട്ടുള്ളവനാണ്. നിത്യസംരംഭി, അവന് എല്ലാ എന്താ പറയുക, അവന് ആ ഓരോ കാര്യത്തിലും അവൻ അങ്ങേയറ്റം നിത്യോത്സാഹിയായിരുന്നു. ക്ഷേപ്താസ്മാകം രണേ രണേ, ഞങ്ങളെ രണേരണേ യുദ്ധഭൂമിയിൽ അപ്പോഴപ്പോഴൊക്കെ ആയിട്ട് ശീഘ്രാസ്ത്രേശ്ചിത്രയോധീച കൃതീചാദ്ഭുത വിക്രമ ഗൂഢോത്പന്ന സുതകുന്ധ്യ ഭ്രാതാസ്മാകാസൗ കില. ആ യുദ്ധത്തിന്റെ സമയത്ത് ഓരോരോ പ്രാവശ്യവും ഞങ്ങളെ നേരെ അയാള് മൂർച്ചയുള്ള അസ്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതേസമയം വാക്കുകളാകുന്ന അസ്ത്രങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട്. വിചിത്രമായ രീതിയിൽ യുദ്ധം ചെയ്യാൻ വിചിത്രമായ രീതിയിൽ യുദ്ധം ചെയ്യാൻ കഴിവുള്ളവനായിരുന്നു അവൻ. അത് അങ്ങേയറ്റം എന്താ, അതിവേഗത്തിൽ അസ്ത്രങ്ങൾ അയക്കുക, ധനുർവേദത്തിൽ വിദ്വാനാണ്, അത്ഭുത പരാക്രമം പ്രകടിപ്പിക്കുന്നവനായിട്ടുള്ള ഈ കർണൻ രഹസ്യമായി ജനിച്ച കുന്തിയുടെ പുത്രനും ഞങ്ങളുടെ ജ്യേഷ്ഠനുമാണ് എന്ന് അല്ലയോ ഭഗവന് ഞാൻ കേൾക്കാൻ ഇടയായി. തോയ കർമ്മണി തം കുന്തി കഥയാമാസ സൂര്യജം പുത്രം സർവഗുണോപേതം അവകീർണം ജലേ പുരാ. മാത്രമല്ല, ഞാൻ ഈ അമ്മ തോയകർമ്മണി ജലം കൊണ്ട് കർമ്മം ചെയ്യുന്ന സമയത്ത്, തർപ്പണം ചെയ്യുന്ന സമയത്താണ് കർണന് വേണ്ടി തർപ്പണം ചെയ്യാൻ തം കുന്തി, അവൾ, ആ കുന്തി കഥയാമാസ സൂര്യജം, സൂര്യനിൽ നിന്ന് തനിക്ക് ജനിച്ച പുത്രനാണ്, നിങ്ങളുടെ ജ്യേഷ്ഠനാണ്, അതുകൊണ്ട് ജ്യേഷ്ഠനും കർമ്മം ചെയ്യണം, ജ്യേഷ്ഠൻ എന്ന നിലയിൽ ആ തോയകർമ്മം ചെയ്യാൻ ആ സമയത്താണ് എന്നോട് അത് പറഞ്ഞത്. സർവഗുണോപേതം അവകീർണം ജലേ പുരാ. പണ്ട് കർണൻ സൂര്യന്റെ വംശത്തിൽ ജനിച്ചു എന്നും വെള്ളത്തിൽ ഒഴുക്കിയതാണ് എന്നും അമ്മ പറഞ്ഞു. മഞ്ജുഷായാം സമാധായ ഗംഗാ സ്രോതസ്യ മജ്ജയൻ യം സൂതപുത്രം ലോകോയം രാധേയം ചാഭ്യമന്യത. അങ്ങനെയോ സജ്യേഷ്ഠപുത്ര കുന്ത്യാ വൈ ഭ്രാതാസ്മാകം ച മാതൃജ. ആ എൻ്റെ അമ്മ കർണനെ ജനിച്ച ഉടനെ എന്തുണ്ടാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെട്ടിയിലാക്കി. ഇതൊക്കെ നമുക്കറിയുന്ന കഥ. പെട്ടിയിലാക്കി ഗംഗയിൽ അങ്ങനെ നിമഞ്ജന ചെയ്തു, ഒഴുക്കി. അങ്ങനെയോ ഈ സൂതപുത്രൻ അയം ലോക, ഈ ലോകം മുഴുവൻ രാധേയം ച അഭിമന്യത, ഈ അതിരഥൻ എന്ന സൂതന്റെ രാധയുടെ പുത്രനായിട്ട് അറിയപ്പെട്ടു. സ ജ്യേഷ്ഠപുത്ര കുന്ത്യാവൈ ഭ്രാതാസ്മാകം ച മാതൃജ. ഇങ്ങനെ അറിയപ്പെട്ട
കർണൻ വാസ്തവത്തിൽ കുന്തിയുടെ മൂത്രപുത്രനും ഞങ്ങളുടെയൊക്കെ ജ്യേഷ്ഠ സഹോദരനുമാണ് എന്ന് ഞാൻ അമ്മയിൽ നിന്നറിഞ്ഞു. അജാനതാമയാ ഭ്രാത്ര രാജ്യലുബ്ധേന കാതിത തന്മേ ദഹതി ഗാത്രാണി തൂലരാശിമിവാനല. ഞാനാണെങ്കിൽ എന്താണ്, രാജ്യലുബ്ധേന, ഇതൊന്നും അറിയാത്ത ഞാൻ രാജ്യത്തിൻ്റെ രാജ്യം വേണമെന്ന ദുരാഗ്രഹം ഹേതുവായി ഈ അനുജന്മാരും അതിൽ പറഞ്ഞ എന്താണ് അർജുനൻ മുതലായിട്ടുള്ളവരെ കൊണ്ട്, അർജുനനെ കൊണ്ട് ഞാൻ ഈ ജ്യേഷ്ഠനെ കൊല്ലിക്കുകയാണ് ചെയ്തത്. ഇതിപ്പോൾ എൻ്റെ അവസ്ഥ എന്താന്ന് പറഞ്ഞാൽ തന്മേ ദഹതി ഗാത്രാണി തൂലരാശി മിവാനല, ഇത് ഈ ഉമിക്ക് തീ പിടിച്ചതുപോലെ ഞാനിങ്ങനെ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നഹിതം വേദപാർത്തോബി ഭ്രാതരം ശ്വേതവാഹന നാഹം ന ഭീമോ നയമോ സത്വസ്മാത് വേദസുവ്രത. ഏറ്റവും പരമപ്രധാനമായിട്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് യുധിഷ്ഠിരൻ പറയുന്നത് ഏറ്റവും സൂക്ഷ്മമായ, നമുക്കൊക്കെ ഹൃദയമുണ്ടെങ്കിൽ അങ്ങേയറ്റം ഹൃദയവികാരം കൊണ്ട് പറയുന്ന കാര്യങ്ങളാണ്. അങ്ങേയറ്റം എന്താണ് യുധിഷ്ഠിരൻ പറയുന്നത്? നഹിതം വേദപാർത്തോബി ഭ്രാതരം ശ്വേതവാഹന നാഹം ന ഭീമോ നയമോ സത്വസ്മാൻ വേദ സുവ്രത. എന്നാ ഇവിടെ ശ്വേതവാഹന ഭ്രാതരം, എൻ്റെ സഹോദരനായിട്ടുള്ള ശ്വേതവാഹനൻ എന്ന് പറഞ്ഞാൽ അർജുനനെ ശ്വേതവാഹനൻ ഇങ്ങനെ മഹാഭാരതത്തിൽ ഇതിൽ തന്നെ പലയിടത്ത് പറയുന്നു. തതശ്വേതൈർ ഹൈർയുക്തേ മഹതിസ്യന്തനെ സ്ഥിതൗ, ഗീതയിൽ കാണാം നമുക്ക്. ആ വെളുത്ത കുതിരകളെ പൂട്ടിയിട്ടുള്ള മഹത്തായ രഥത്തിൽ വെളുത്ത കുതിരയെ ഉപയോഗിക്കുന്ന ആളാണ് ഈ അർജുനൻ. അതുകൊണ്ട് ശ്വേതവാഹനനാണ്. ആ ശ്വേതവാഹനനായിട്ടുള്ള അർജുനനോ ഞാനോ ന അഹം, ഞാനോ ന ഭീമനോ നകുലനോ സഹദേവനോ ഈ കാര്യം അറിഞ്ഞില്ല. പക്ഷേ ആരാണ്? കർണന് കർണന്റെ സഹോദരന്മാരാണ് എന്ന് അറിയാമായിരുന്നു. കർണൻ യുദ്ധം ചെയ്യുമ്പോഴും ഞങ്ങൾ സഹോദരന്മാരാണ് എന്ന് കർണൻ അറിയാം. എങ്ങനെയാ കർണൻ ആ വിവരമൊക്കെ അറിഞ്ഞിട്ടുള്ളത്? ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, പരമപ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ്. ഗതാകില പ്രധാതസ്യ സകാശമിതി ന ശ്രുതം അസ്മാകം ശമകാമാ വൈ ത്വം ച പുത്രോ മമേത്യത പ്രതയാ ന കൃതകാമഃ തേന ചാപി മഹാത്മന. എൻ്റെ അമ്മ പണ്ട് സാകാശമിതി ന ശ്രുതം അസ്മാകം ശമകാമാ വൈ ത്വച പുത്രോ മമേത്യത. എൻ്റെ അമ്മ കർണനുമായിട്ട് സംസാരിച്ചു. എന്തിനാ കർണനുമായിട്ട് സംസാരിച്ചത്? ഞങ്ങളുമായിട്ട് സന്ധി ചെയ്യണം, നീ എൻ്റെ പുത്രനാണ് എന്ന് പറഞ്ഞു. അപ്പോ ആ മഹാമനസ്കനായിട്ടുള്ള കർണനോ അമ്മയുടെ ആഗ്രഹം നടന്നില്ല എന്ന് പറയാം. അമ്മയുടെ ആഗ്രഹം നടന്നില്ല. മഹാമനസ്കനായ കർണൻ അതിനെ നിരാകരിച്ചു. എന്നിട്ടോ അഭിപശ്ചാദിതം മാതുഹു വോചിതിന ശ്രുതം നഹി ശിക്ഷ്യാമ്യഹം ത്യക്തും നൃപം ദുര്യോധനം രണേ അനാര്യത്വം നൃശംസത്വം കൃതജ്ഞത്വം ചമേ ഭവേത്. അവരോട്, എൻ്റെ അമ്മയോട് കർണൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? അഭിപശ്ചാദിതം മാതര്യവോചിതം ഇതി നഹശ്രുതം. എന്താണെന്നാണെങ്കിൽ നഹി ശിക്ഷ്യാമ്യഹം ത്യക്തും നൃപം ദുര്യോധനം രണേ അനാര്യത്വം നൃശംസത്വം കൃതജ്ഞത്വം ചമേ ഭവേത്. എൻ്റെ പേരിൽ ഞാൻ ഇപ്പോൾ രണത്തിൽ യുദ്ധഭൂമിയിൽ ദുര്യോധനെ ഉപേക്ഷിക്കുക എന്നുള്ളത് സാധ്യമല്ല. ഉപേക്ഷിച്ചാലോ, ഞാൻ അങ്ങനെ ചെയ്താൽ ഞാനൊരു നീചനും ക്രൂരനും നന്ദികെട്ടവനുമായി തീരും. ജയിച്ചു കഴിഞ്ഞാൽ ചിലരുണ്ടല്ലോ പാർട്ടി മാറുന്നത്, അതേപോലത്തെ ഇടപാടായി തീരും. അതുപോലെ ഞാനൊരു നീചനും നിന്ദ്യനും ആയിത്തീരും. ലോകത്തിന്റെ മുന്നിൽ അങ്ങനെയാവും. യുധിഷ്ഠിരേണ സന്ധിം ഹി യതി കുര്യാം മതേ തവ ഭീതോ രണേ ശ്വേതവാഹാദിതി മാം മംസ്യതേ ജനഃ. മാത്രമല്ല, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, നമ്മുടെ
അമ്മയുടേന്ന് അമ്മ എന്ന് കർണൻ വിളിക്കുന്നില്ല, ദേവി എന്ന് വിളിക്കുന്നുണ്ട്. അത് മറ്റൊരിടത്ത്. ഏതായാലും അവിടുത്തെ അഭിപ്രായ പ്രകാരം ഞാൻ ഇങ്ങനെ യുധിഷ്ഠിരനുമായിട്ട് സന്ധി ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ എന്തുണ്ടാവും? യുധിഷ്ഠിരേണ സന്ധിം ഹി യതി കുര്യാം അതേ തവ, ഞാൻ അങ്ങനെ യുധിഷ്ഠിരനുമായിട്ട് സന്ധി ചെയ്താൽ ഭീതോ രണേ രണേ ഭീതോ, യുദ്ധഭൂമിയിൽ നിന്ന് ശ്വേതവാഹാദിതി ഈ പറഞ്ഞ അർജുനനെ പേടിച്ചോടിയവനായിട്ട് ജനങ്ങൾ മംസ്യതേ, ജനങ്ങൾ അങ്ങനെ കരുതും എന്നെക്കുറിച്ച്. അതുകൊണ്ട് അത് ഒരു ക്ഷത്രിയനെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് സോഹം നിർജിത്യ സമരേ വിജയം സഹകേശവം സംധാസ്യേ ധർമ്മപുത്രേണ പശ്ചാതിഥി ച സോബ്രവീത്. ഒരു ഉപായം കർണൻ വെച്ചു അമ്മയോട്. എന്താണ്? അഹം നിർജിത്യ സമരേ വിജയം സഹകേശവം, ഞാൻ അർജുനനെ കൃഷ്ണനോടൊപ്പം തന്നെ ജയിച്ചു കഴിഞ്ഞാൽ സംധാസ്യേ, അത് സംഭവിച്ചാൽ ധർമ്മപുത്രേണ പശ്ചാതിഥി ച, ഞാൻ അനന്തരം ഞാനൊരു സന്ധി ഉണ്ടാക്കാം, ദുര്യോധനുമായിട്ട് ഞാൻ സന്ധി ചെയ്യാം. അതിന് ഞാൻ അർജുനനെ കൃഷ്ണനോടൊപ്പം ജയിച്ചാൽ, അങ്ങനെ ഒരു ഉപായം വെച്ചു. തമുവാച കില പൃഥാ പുനഃ പൃഥുലൽ വക്ഷസം ചതുർനാം അഭയം ദേഹി കാമം യുദ്ധസ്വ ഫാൽഗുനം. മഹാഭാരതത്തിലെ രഹസ്യങ്ങൾ പറയുകയാണ്. ലോകം അറിയാത്ത രഹസ്യം, അല്ലെങ്കിൽ മനസ്സിലാക്കാത്ത രഹസ്യം. അപ്പൊ കുന്തിദേവി തമുവാച, അവൾ പറഞ്ഞു. പൃഥ എന്ന് പറഞ്ഞ കുന്തി പറഞ്ഞു. എന്താ പറഞ്ഞത്? പൃഥുലവക്ഷസം തം ഉവാച, ആ പൃഥുലവക്ഷസനായിട്ടുള്ള വിരിഞ്ഞ മാറോടുകൂടിയ പുരുഷന്റെ ഏറ്റവും അതിഗംഭീരമായ ലക്ഷണം പറയുന്നിടത്ത് വ്യാസർ ഉപയോഗിക്കുന്നതാ. അർജുനനെ പറയുന്ന സമയത്ത് പൃഥുലവക്ഷസൻ എന്ന് പറയാറുണ്ട്. ആ വിരിഞ്ഞ മാറിടത്തോടു കൂടിയിട്ടുള്ള കർണനോട് അമ്മ പറഞ്ഞു, ചതുർനാമഭയം ദേഹി, കർണ നീ ഒരൊറ്റ കാര്യം ചെയ്യണം മോനെ, ഈ 4 പേർക്ക് നീ അഭയം കൊടുക്കണം, അവരെ നീ ഒന്നും ചെയ്യരുത്. കാമം യുദ്ധസ്വ ഫാൽഗുനം, അർജുനനോട് നിനക്ക് എത്ര ആഗ്രഹമുണ്ടോ അത്രയും നീ യുദ്ധം ചെയ്തോളൂ, പക്ഷെ ഈ 4 പേരെ നിനക്ക് അഭയമുണ്ടായിരിക്കണം, നീ അവരെ ഒന്നും ചെയ്യരുത് എന്ന്. അപ്പൊ ആര് പറഞ്ഞിട്ടുണ്ട്? അതാണ് പലപ്പോഴും യുദ്ധത്തിൽ കർണൻ ഇവരെയൊക്കെ ശരിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമായിരുന്നിട്ടും കർണൻ ഒന്നും ചെയ്യാതിരുന്നത് അതുകൊണ്ടാണ്. കർണന്റെ വലിയ എന്താ പറയാ, നിങ്ങൾ തെരുവ് ഗുണ്ടാന്ന് പറഞ്ഞല്ലോ, ആ തെരുവ് ഗുണ്ടയുടെ മാഹാത്മ്യമാണ്. എന്താണ് കുന്തി പറയാണ്, മറ്റു 4 പേർക്ക് നീ അഭയം കൊടുക്കണം. സോബ്രവീത് മാതരം ധീമാൻ വേപമാനം കൃതാഞ്ജലി. അതിഗംഭീരമായ മഹാഭാരതത്തിലെ കർണന്റെ പേരിൽ അങ്ങനെ സ്വർണ്ണലിപികളിൽ എഴുതപ്പെട്ട എല്ലാവരും, അത് മുൻഷിയാണെങ്കിലും ബാലകൃഷ്ണനാണെങ്കിലും MT ആണെങ്കിലും ഒക്കെ തന്നെ പ്രകീർത്തിച്ചിട്ടുള്ള, എല്ലാവരും പറയാറുള്ള ഗംഭീരമായിട്ടുള്ള കർണന്റെ വചനം എന്താ പറയുന്നത്? സോബ്രവീത് മാതരം ധീമാന് വേപമാനം കൃതാഞ്ജലി. ശ്ലോകങ്ങളാണ്. എന്താ പറയുന്നത്? സഹ അബ്രവീത് മാതരം, അമ്മയോട് പറഞ്ഞു. ധീമാൻ, ആ ധീമാനായിട്ടുള്ള ബുദ്ധിമാനായിട്ടുള്ള കർണൻ അമ്മയോട് പറയുകയാണ്. വേപമാനം വേപമാനം, അങ്ങനെ വിലപിച്ചുകൊണ്ടിരിക്കുന്ന, വിഷമിച്ചുകൊണ്ടിരിക്കുന്ന കുന്തിയോട് കൃതാഞ്ജലി, കൈകൾ കൂപ്പിക്കൊണ്ട് പറയാണ്. എന്താ പറഞ്ഞത്? അല്ലയോ ദേവി എന്നുള്ള സംബോധന ചെയ്തിട്ട്, ദേവി, ഞാൻ നിങ്ങളുടെ 4 പുത്രന്മാരെ കയ്യിൽ കിട്ടിയാലും ഞാനൊന്നും ചെയ്യൂല. സോബ്രവീത് മാതരം ധീമാൻ വേപമാനം കൃതാഞ്ജലി പ്രാപ്തവാൻ വിഷഹ്യാം ചതുരോ ന ഹനിഷ്യാമി. ഈ 4 പേരെ ഞാൻ ഒന്നും ചെയ്യില്ല. ഇതെന്റെ കൈകൂപ്പിക്കൊണ്ട് അമ്മയ്ക്ക് കൊടുക്കുന്ന വാക്ക്. ഞാൻ അവരെ വെറുതെ വിടും, അവരെ ഒന്നും ചെയ്യില്ല. അങ്ങനെ പഞ്ചൈവ ഹി സുതോ ദേവി ഭവിഷ്യന്തി തവ ധ്രുവാഹ. ദേവി എന്നും 5 മക്കളുടെ അമ്മയായി അറിയും.
സാർജുന വാഹതേ, ഒന്നുകിൽ അർജുനനോട് കൂടെ അല്ലെങ്കിൽ കർണനെ ചേർത്ത്. സകർണ വാഹതി അർജുനെ, ഒന്നുകിൽ ഞാൻ മരിക്കും അല്ലെങ്കിൽ അർജുനൻ മരിക്കും. എങ്ങനെ നോക്കിയാലും ദേവിക്ക് 5 പുത്രന്മാരുണ്ടാവും. പക്ഷെ കർണൻ നിശ്ചയിക്കുന്നത് താൻ തനിക്ക് താൻ തനിക്ക് തൻ്റെ മരണത്തെക്കുറിച്ച് കൃത്യമായി അറിയാം. അതൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അതൊക്കെയാണ് നമ്മൾ അറിയേണ്ടത്. എന്തായാലും വാക്ക് കൊടുക്കുന്നു കർണൻ. തം പുത്രഗൃദ്ധീനി ഭൂയോ മാതാ പുത്രമഥാബ്രവീത് ഭ്രാതൃണാം സ്വസ്തി കുർവീധ യേഷാം സ്വസ്തി ചികീർഷസി ഏവമുക്ത്വാ കില പൃഥാ വിസൃജ്യോപയൗ ഗൃഹാൻ. അങ്ങനെ എന്താണ് കുന്തി തൻ്റെ മൂതപുത്രനായിട്ടുള്ള കർണനോട് വീണ്ടും പറയുക, മോനെ, നീ 4 മക്കൾക്ക് മംഗളം വരുത്താൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നീ അതുപോലെ ചെയ്യണം. എന്നിട്ടോ അവര് വീട്ടിലേക്ക് ഗൃഹത്തിലേക്ക് അവര് യയൗ പോയി. എന്നിട്ടോ സോർജുനേന ഹതോ വീരോ ഭ്രാത സഹോദര നജൈവ വിവൃതോ മന്ത്ര പ്രദയാസ്തസ്യ വാ വിഭോ. ഹേ നാരദരെ, ആ വീരനായിട്ടുള്ള ജ്യേഷ്ഠ സഹോദരനെ, സ്വർജുനേന ഹതോ വീരോ ഭ്രാത സഹോദര, ആ ജ്യേഷ്ഠ സഹോദരനെ സ്വസഹോദരനായ അർജുനനെ കൊണ്ട് ഞാൻ കൊന്നു. ഈ രഹസ്യം അറിയാമായിരുന്ന അമ്മ, ഇനി ഈ രഹസ്യം അറിയുന്ന കർണൻ ഞങ്ങളോട് ഇത് പറഞ്ഞില്ല. അമ്മയാണ് പറയേണ്ടത്, കർണനല്ല പറയേണ്ടത്. അമ്മ അത് പറഞ്ഞില്ല. അതശൂരോ മഹേശ്വാസഃ പാർത്തേനാജൗ നിപാതിത അഹം ത്വജ്ഞാസിഷ്ടം പശ്ചാത് സ്വസോദര്യം ദ്വിജോത്തമ പൂർവജം ഭ്രാതരം കർണം പ്രദായ വചനാത് പ്രഭോ തേന മേ ദൂയത്തെ തീവ്രം ഹൃദയം ഭ്രാതഘാതിനഃ. അധശൂരോ മഹേശ്വാസഃ, ആ മഹേശ്വാസനായിട്ടുള്ള ആ ശൂരനായിട്ടുള്ള കർണൻ യുദ്ധക്കളത്തിൽ വെച്ച് അർജുനനാൽ കൊല്ലപ്പെട്ടു. കർണൻ സ്വസോദര്യം ദ്വിജോത്തമ, അല്ലയോ ബ്രാഹ്മണശ്രേഷ്ഠ, നമ്മുടെ സഹോദരനാണെന്ന് മാതാവായ കുന്തിദേവി പറഞ്ഞത് പിന്നീടാണ് ഞാൻ അറിഞ്ഞത്. സ്വന്തം സഹോദരനെ കൊല്ലിച്ചു എന്നുള്ളത് തന്നെ എൻ്റെ ഏറ്റവും വലിയ വേദനയാണ്. കർണാർജുന സഹായോഹം ജയേയമഭിവാസവം സഭാവാം ക്ലിശ്യമാനസ്യ ധാർത്തരാഷ്ട്രൈർദുരാത്മഭി സഹസോൽപിതക്രോധ കർണം ദൃഷ്ട്വാ പ്രശാമ്യതി. എന്തൊക്കെയാണ്? കർണാർജുന സഹായ അഹം, കർണന്റെയും അർജുനന്റെയും സഹായം എനിക്ക് അഹം ലഭ്യം കിട്ടിയിരുന്നു എങ്കിൽ ദേവേന്ദ്രനെ പോലും എനിക്ക് ദേവേന്ദ്രനെയും ജയിക്കാൻ സാധിക്കുമായിരുന്നു. ആ കൗരവ സഭയിൽ ദുരാത്മാക്കളായ ധൃതരാഷ്ട്രപുത്രന്മാർ എന്നെ ക്ലേശിപ്പിച്ചപ്പം എനിക്കുണ്ടായ ദേഷ്യം കർണനെ കാണുമ്പോൾ ശമിച്ചുപോയി. ഇനി അങ്ങോട്ടേക്ക് ഉള്ള കാര്യങ്ങളൊക്കെ അതിഗംഭീരാണ്. ഇതൊക്കെ നമ്മൾ മഹാഭാരതത്തിൽ എത്ര പേര് അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. യുധിഷ്ഠിരൻ എണ്ണി പറയുകയാണ്. എന്താ പറയണത്? ഇവന്മാര് പല തോന്നിയാസവും പറയും കൗരവന്മാരിൽ. അതില് ദുര്യോധനും ദുശാസനും പലരും പലതും പറയുമ്പോഴും കർണനെ കാണുമ്പോൾ എനിക്ക് കർണനെ ദേഷ്യം ഉണ്ടാവുമ്പോൾ പക്ഷെ എനിക്ക് കർണനെ കാണുമ്പോൾ എൻ്റെ ദേഷ്യമെല്ലാം നശിച്ചു പോവും. എപ്പോഴൊക്കെയാണ് പറയുന്നു, യദാഹ്യസ്യ ഗിരോരൂക്ഷ ശൃണോമി കടുകോദയാഃ സഭായാം ഗദദോദ്യൂതേ ദുര്യോധനഹിതൈഷിണഃ തദാ നശ്യതി മേ രോഷ പാദൗ തസ്യ നിരീക്ഷ്യഃ. ഇത് ഗംഭീരാണ് യുധിഷ്ഠിരൻ പറയുന്നത്. നോക്കൂ, അതിഗംഭീരമായിട്ടുള്ള വചനങ്ങളാണ്. എന്താണ്?
യഥാ ഹി അസ്യ ഗിരഹ രൂക്ഷ ശൃണോമി കടുവോദയ സഭായാം ഗതതോ ദ്യൂതേ. ദ്യൂതേ, ചൂതുകളിയുടെ ആ സഭയിൽ വെച്ച് ദുര്യോധനു വേണ്ടി അദ്ദേഹം ഞങ്ങളെ നോക്കി കഠിനമായ വാക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കഠിനവാക്ക് ഉപയോഗിക്കുമ്പോൾ ഞാൻ തഥാ നശ്യതി മേ രോഷ, എൻ്റെ രോഷം മുഴുവൻ നശിച്ചു പോകും. എപ്പോഴാണെന്നറിയോ? പാദൗ തസ്യ നിരീക്ഷ്യ, ഞാൻ അദ്ദേഹത്തിൻ്റെ കാലുകൾ കാണുമ്പം എൻ്റെ ക്രോധം മുഴുവൻ അലിഞ്ഞു പോകും. എൻ്റെ ക്രോധം എവിടെയാ പോകുന്നത് എന്ന് എനിക്കറിയില്ല. എന്താ അത് കാരണം? കുന്ത്യാഹി സദൃശൗ പാദൗ കർണസ്യേതി മതിർമമ സാദൃശ്യഹേതുമന്വിച്ഛൻ പൃഥായാസ്തസ്യ ചൈവ കാരണം നാദിഗച്ഛാമി കഥഞ്ചിത് അഭിചിന്തയൻ. കർണന്റെ രണ്ട് കാലുകളും കുന്ത്യാഹി സദൃശൗ പാദൗ കർണസ്യ ഇതി മതിർമമ, കർണന്റെ രണ്ട് കാലുകളും കാണുന്നത് എൻ്റെ അമ്മയായ കുന്തിയുടെ രണ്ട് കാലുകൾ അതുപോലെ തന്നെയായിരുന്നു. സാദൃശ്യ ഹേതുമന്വിച്ഛൻ, ഇതിൻ്റെ സാദൃശ്യം, അതിൻ്റെ കാരണം എനിക്ക് അറിയില്ലായിരുന്നു. എന്താണ്, എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഈ സമാനത വന്നത് എന്ന് ഞാനത് പലപ്പോഴും ആലോചിച്ചിട്ടുമുണ്ട്. എന്നാൽ എനിക്ക് അതിൻ്റെ കാരണം കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. കഥഞ്ചിതപി ചിന്തയൻ. ഗുണ്ടയെക്കുറിച്ചാണ് പറയുന്നത്. ഈ ഗുണ്ടയുടെ കാല് കാണുമ്പോൾ തന്നെ യുധിഷ്ഠിരൻ എന്താവും? സമാധാനമാണ് ഉണ്ടാവുന്നത്, ഒരിക്കലും ഈർഷ്യ ഉണ്ടാവുന്നില്ല. ഇതേ ഗുണ്ടയുടെ കാര്യം അർജുനൻ, അല്ല എന്താ പറയാ, ഭീമൻ പറയുന്നുണ്ട്. ഈ ചൂതിന്റെ ഈ പറഞ്ഞ വിവസ്ത്രയാക്കപ്പെടുന്ന സമയത്ത് ഭീമൻ കർണനെ കുറിച്ച് പറയുന്ന ഒരു അഭിപ്രായമുണ്ട്. അതൊക്കെ നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ പറയാം. കഥം नु തസ്യ സംഗ്രാമേ പൃഥിവീ ചക്രമഗ്രസൻ കഥം नु ശബ്ദോ ഭ്രാതാമേ തത്വം വക്തുമിമഹാർഹസി. ഹേ കഥം नु തസ്യ സംഗ്രാമേ പൃഥിവീ ചക്രമഗ്രസൻ കഥം नु ശബ്ദോ ഭ്രാതാമേ തത്വം വക്തും ഇഹ അർഹസി. ഹേ നാരദരെ, ഈ യുദ്ധത്തില് കർണന്റെ രഥചക്രങ്ങള് ഭൂമിയിൽ താണുപോയിട്ടുണ്ട്. പൃഥ്വീ ചക്രമഗ്രസൻ, ഈ എൻ്റെ ജ്യേഷ്ഠന് കഥംനു ശബ്ദോ ഭ്രാത, എൻ്റെ ജ്യേഷ്ഠന് ഈ ചക്രം ഭൂമിയിലേക്ക് താഴാനുള്ള കാരണം എന്താണ്? എങ്ങനെയാണ് ഈ ശാപം അദ്ദേഹത്തിന് വന്നു ചേർന്നത്? അത് വക്തും ഇഹ ഇപ്പോ ഇവിടെ അങ്ങ് പറയാൻ അർഹനാണ്. അങ്ങ് ഞങ്ങളോട് പറയണം, എന്നോട് പറയണം. ശ്രോതുമിച്ഛാമി ഭഗവൻ ത്വത്ത സർവം യഥാതഥം ഭവാൻ ഹി സർവവിദ് വിദ്വാൻ ലോകേ വേദകൃതാകൃതം. ശ്രോതും ഇച്ഛാമി, അഹമിച്ഛാമി, ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങയിൽ നിന്ന് കേൾക്കാൻ, അല്ലയോ ഭഗവൻ, അതെനിക്കറിയണം. സർവം യഥാതഥം, എല്ലാം എപ്രകാരമോ അപ്രകാരം. അതുകൊണ്ട് അങ്ങ് ആരാണ്? സർവവിദ് വിദ്വാൻ, എല്ലാം അറിയുന്ന ആളാണ്. ലോകേ വേദ കൃതാകൃതം, ഈ ലോകത്തിൽ എന്തൊക്കെ അറിഞ്ഞിട്ടുണ്ടോ അതിൻ്റെ എല്ലാ രഹസ്യങ്ങളും അങ്ങ് അറിഞ്ഞവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് യുധിഷ്ഠിരൻ നാരദരുടെ മുമ്പിൽ സമർപ്പിതനാകുന്നു. ഇങ്ങനെയാണ് ഒന്നാം അധ്യായം അവസാനിക്കുന്നത്. രണ്ടാം അധ്യായം ആരംഭിക്കുന്നു. ഇതാ ആ യുധിഷ്ഠിരൻ ചോദിച്ചത്, എങ്ങനെയാണ് എൻ്റെ ജ്യേഷ്ഠൻ്റെ രഥം താഴാൻ, ചക്രം താഴാൻ ഇടയായത്? ആ രഹസ്യം എന്നോട്, ആ ശാപരഹസ്യം എന്നോട് പറഞ്ഞാലും. അപ്പൊ ആ ശാപത്തിന്റെ കാര്യം പറയാണ്, എന്താണ് കർണന് പറ്റിയത്. വൈശമ്പായന ഉവാച സയേവ മുക്തസ്തു മുനിർ നാരദോ വദതാം വര കഥയാമാസ തത്സർവം യഥാശബ്ദസൂതജ. വൈശമ്പായനൻ പറയുകയാണ് ജനമേജയനോട്, അല്ലയോ രാജൻ, എങ്ങനെയാണ് യുധിഷ്ഠിരൻ ഇങ്ങനെ ചോദിച്ച സമയത്ത്, ഏവം ഉക്തഹതു, അങ്ങനെ ചോദിച്ച സമയത്ത് മുനിഹി നാരദ, മുനിയായിട്ടുള്ള നാരദൻ കർണന്റെ ശാപകഥ പറയാൻ തുടങ്ങി. നാരദ ഉവാച ഏവമേതത് മഹാബാഹോ യഥാ വദസി ഭാരത ന കർണാർജുനയോ കിഞ്ചിത് വിഷഹ്യം ഭവേദ്രണേ. നാരദ ഉവാച, നാരദൻ പറഞ്ഞു, ഹേ ഭരതശ്രേഷ്ഠ, അങ്ങ് പറഞ്ഞത്
വാസ്തവമാണ്. കർണനെ കുറിച്ച് അങ്ങ് എന്താണോ പറഞ്ഞത്, യഥാ വദസി തഥാസ്മി, അതുപോലെ തന്നെയാണ്, ശരിയാണത്. കർണനും അർജുനനും, കർണാർജുനയോഹോ, കർണനെയും അർജുനനും എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ സാധിക്കാത്തതായിട്ട് അവർക്ക് കിഞ്ചിത് വിഷഹ്യം രണേത് നഭവേത്, അവർക്ക് അങ്ങനെ രണഭൂമിയിൽ സാധിക്കാത്തതായിട്ടുള്ള, ഈ രണ്ടുപേർക്കും സാധിക്കാത്തതായിട്ടുള്ള യാതൊന്നും തന്നെ ഇല്ല. ഗുഹ്യമേതത്തു ദേവാനാം കഥയിഷ്യാമി തേനഘ തന്നിബോധ മഹാബാഹോ യഥാവൃത്തമിതം പുരാ. അതുകൊണ്ട് ഗുഹ്യമേതത്, രഹസ്യമാർന്ന ഇത്, ദേവാനാം കഥയിഷ്യാമി, ദേവന്മാര് മറച്ചു വെച്ച രഹസ്യമാണ്. അല്ലയോ പാപരഹിത, അങ്ങേക്ക് ഞാനിതാ പറഞ്ഞു തരാം, ഈ വൃത്താന്തം എന്താണ് എന്നത് ഞാൻ പറഞ്ഞു തരാം. ക്ഷത്രം, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എന്താണ് ക്ഷത്രം? സ്വർഗം കഥം ഗച്ഛേത് അശസ്ത്രഭൂതമിതി പ്രഭോ സംഘർഷജനനസ്തസ്മാത് കന്യാഗർഭോ വിനിർമ്മിതഃ. അപ്പൊ ഈ ക്ഷത്രിയന്മാരെയൊക്കെ എങ്ങനെയാണ് കഥം സ്വർഗം ഗച്ഛേത്, ഇവന്മാരെ എല്ലാ ക്ഷത്രിയന്മാരെയും സ്വർഗത്തിലെത്തിക്കാനുള്ള വിദ്യ എന്താണ് എന്ന് ദേവന്മാരൊക്കെ കൂടി ആലോചിച്ചു. അങ്ങനെ ആലോചിച്ച് അവരെന്ത് ചെയ്തു? സൂര്യനെ കൊണ്ട് കന്യാഗർഭോ വിനിർമ്മിത, ഒരു കന്യകയില് ഒരു ഗർഭത്തെ ഉണ്ടാക്കി ആ സന്തതി വഴി കലഹമൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഇവന്മാരെവിടെ എത്തിക്കാം എന്ന കാര്യം ഇവര് തീരുമാനിച്ചു. സബാലസ്തേജസായുക്ത സൂതപുത്രത്വമാഗത ചകാരാം ഗിരസാം ശ്രേഷ്ഠാത് ധനുർവേദം ഗുരുസ്തദാ. അങ്ങനെ ആ ബാലൻ, സ ബാലഹ തേജസായുക്ത, തേജസ്സോടു കൂടിയിട്ടുള്ള ആ പുത്രൻ സൂതപുത്രനായിട്ട് പ്രസിദ്ധനായത്. എന്താണ് അവൻ? വാസ്തവത്തില് അങ്കിരസാം ശ്രേഷ്ഠാത്, അങ്കിരസ ഗോത്രത്തിൽപ്പെട്ടതും ധനുർവേദാം ഗുരുസ്തത, ബ്രാഹ്മണശ്രേഷ്ഠനായിട്ടുള്ള ഈ ദ്രോണാചാര്യരിൽ നിന്ന് വേദങ്ങളൊക്കെ അഭ്യസിച്ചു. സബലം ഭീമസേനസ്യ ഫാൽഗുനസ്യ ച ലാഘവം ബുദ്ധിം ച തവ രാജേന്ദ്ര യമയോർ വിനയം സ്തദാ സഖ്യം ച വാസുദേവേന ബലേ ഗാണ്ഡീവ ധന്വന പ്രജാനാമനുരാഗം ച ചിന്തയാനോ വിദഹ്യത. ഇനി നമ്മൾ ഇവിടെ നിന്നൊക്കെ കുറച്ചൊന്ന് വേഗത്തിൽ പോകും, കാരണം നമുക്ക് ചിലയിടത്ത് കൃത്യമായിട്ട് നിർത്തി നിങ്ങളോട് പറയേണ്ടത്. ഇത് നിങ്ങൾക്ക് പറയുന്ന കഥകളുടെ താല്പര്യങ്ങളാണ്. ഹേ അല്ലയോ ധർമ്മപുത്രരെ, ഈ കുട്ടിക്ക് എന്താണ് ബലം? ഭീമസേനസ്യ, ഭീമസേനന്റെ ബലം, അതുപോലെ ഫൽഗുനസ്യ ച ലാഘവം, അർജുനന്റെ കൈവേഗത, അതുപോലെ തന്നെ അങ്ങയുടെ ബുദ്ധി, ബുദ്ധിം ച തവ രാജേന്ദ്ര, അങ്ങയുടെ ബുദ്ധിയാണ്, വളരെ ഷാർപ്പാണ്, ധർമ്മിഷ്ഠനാണ് ബുദ്ധിയും, നകുല സഹദേവന്മാരുടെ വിനയവുമാണ്. യമയോർ വിനയ തഥാ, അങ്ങനെയാ അവരുടെ വിനയവും ഉണ്ട്, രണ്ടുപേരുടെ വിനയവും ഉണ്ട്. അങ്ങനെയുള്ള അദ്ദേഹത്തിന് സംഖ്യം ച വാസുദേവേന ബാല്യേ ഗാണ്ഡീവ ധന്വന, ഈ കൃഷ്ണനും പാണ്ഡവരും തമ്മിലുള്ള ഒരു സ്നേഹം, അത് അയാളിൽ ഒരു അസൂയ ഉണ്ടാക്കിയിട്ടുണ്ട്, ജലസി ഉണ്ടാക്കിയിട്ടുണ്ട്. സസംഖ്യമകരോദ് ബാല്യേ രാജ്ഞാ ദുര്യോധനേന ച യുഷ്മാഭിർ നിത്യസംവിഷ്ടോ ദൈവാശ്ചാപി സ്വഭാവതഃ. അപ്പൊ ഈ കുട്ടിയുടെ ജന്മവൃത്താന്തം അങ്ങ് മറന്നു പോകരുത്. കാരണം ഇവൻ ജനിച്ചത് തന്നെ എന്തിനാണ്? ദൈവശ്ചാപി സ്വഭാവതഃ, അത് ഈശ്വര നിശ്ചയമാണ്. ആ ഈശ്വര നിശ്ചയം ഹേതുവായി, അതുകൊണ്ട് തന്നെ സഖ്യമകരോത്, അവന് ചെറുപ്പത്തിൽ തന്നെ ബാല്യേ രാജ്ഞാ ദുര്യോധന ദുര്യോധനുമായിട്ട് സ്നേഹവും അതുപോലെ ഇവന്മാരോട് വെറുപ്പും ഉണ്ടായിട്ടുണ്ട്. വീര്യാധികമധാലക്ഷ്യ ധനുർവേദ ധനഞ്ജയം ദ്രോണം ഉപഗമ്യ കർണോ വചനമബ്രവീത്. അങ്ങനെ ഈ അർജുനന് ധനുർവേദത്തിൽ ശക്തിശാലിയാണല്ലോ. അങ്ങനെ കർണൻ രഹസ്യമായി ദ്രോണാചാര്യരെ ദ്രോണം ഉപഗമ്യ കർണോ വചനമബ്രവീത്, അങ്ങനെ രഹസ്യമായിട്ട്
ദ്രോണരെ സമീപിച്ച് കർണൻ ഇപ്രകാരം പറഞ്ഞു: ബ്രഹ്മാസ്ത്രം വേത്തുമിച്ഛാമി സഹരഹസ്യ നിവർത്തനം അർജുനേന സമം ചാഹം യുദ്ധ്യോയമിതി മാമിതി സമശിഷ്യേഷു വസ്നേഹഃ പുത്രേ ചൈവ തഥാ ധ്രുവം ത്വത്പ്രസാദാന്ന മാം ബ്രൂയാത് അകൃതാംസ്ത്രം വിചക്ഷണാഃ. അപ്പൊ അങ്ങ് എന്ത് വേണം? അർജുനൻ വീരനാണല്ലോ. ഹേ ഗുരു, ബ്രഹ്മാസ്ത്രം വേത്തും അഹമിച്ഛാമി, എനിക്ക് ബ്രഹ്മാസ്ത്രം അറിയണം എന്നുണ്ട്. അതിനെ സരഹസ്യ നിവർത്തനം ബ്രഹ്മാസ്ത്രം വേത്തും അഹമിച്ഛാമി, അതിനെ ഉപയോഗിക്കാനും ഉപസംഹരിക്കാനുള്ള വേദ്യ അങ്ങ് എനിക്ക് പറഞ്ഞു തരണം, ഞാൻ അറിയണം, ഞാൻ ആഗ്രഹിക്കുന്നു. അർജുനേന സമം ച അഹം, ഞാനും അർജുനന് സമമായിട്ട് യുദ്ധത്തിൽ അർജുനന് സമമായിരിക്കണം. അങ്ങനെ സമശിഷ്യേഷു സ്നേഹ, അങ്ങനെ ശിഷ്യന്മാര്, സമന്മാരായ ശിഷ്യന്മാരുണ്ടാവുക എന്നുള്ളത് തന്നെ നല്ല കാര്യമാണല്ലോ. പുത്രേച്ച ഏവ യഥാധ്രുവം, പുത്രന്മാരും ശിഷ്യന്മാരും ഒക്കെ അങ്ങനെ ആവുന്നത് അത് നല്ല കാര്യമില്ലേ? അതുകൊണ്ട് അങ്ങയുടെ പ്രസാദത്താൽ ത്വത്പ്രസാദാന്ന് മാം ബ്രൂയുഹു, അങ്ങ് ഇതെനിക്ക് പറഞ്ഞു തരണം. ഇതാണ് അദ്ദേഹം ആദ്യം അവതരിപ്പിച്ചത്. ഈ കർണന് ഉണ്ടാവുന്ന ആദ്യത്തെ ഒരു നിന്ദ എന്ന് പറയുന്നത്, കർണൻ അവമാനിക്കപ്പെടുന്ന ആദ്യത്തെ അവമാനം ഇവിടുന്നാണ്, സ്വന്തം ഗുരുവിൽ നിന്നാണ്. ദ്രോണസ്തദോക്തകർണേന സാപേക്ഷ ഫാൽഗുനം പ്രതി ദൗര്യാത്മ്യം ചൈവ കർണസ്യ വിദിത്വാ സമുവാചഃ. ദ്രോണൻ അവനോട് പറഞ്ഞു, കർണനോട് പറഞ്ഞു, എന്താണ്? ഈ അർജുനനോട് സാപേക്ഷ ഫാൽഗുനം പ്രതി, അർജുനനോട് പ്രത്യേക താല്പര്യമുള്ള ദ്രോണൻ, എന്നാൽ കർണന്റെ ഇത് ഒരു ദുരുദ്ദേശമാണ് എന്ന് കരുതിയിട്ട് ആ കർണനോട് പറയുകയാണ്: ബ്രഹ്മാസ്ത്രം ബ്രാഹ്മണോ വിദ്യാത് യഥാവച്ചരിതവ്രതഃ ക്ഷത്രിയോ വാ തപസ്വിയോ നാന്യോ വിദ്യാത് കഥഞ്ചന. അതുകൊണ്ട് മോനെ, ഈ ബ്രഹ്മാസ്ത്രത്തെ ബ്രഹ്മചര്യം പരിസമാപിപ്പിക്കുന്ന ബ്രാഹ്മണനുള്ളതും തപസ്വിയായ ക്ഷത്രിയനും മാത്രമേ ഗ്രഹിക്കാൻ സാധിക്കൂ. നീ ഇത് രണ്ടും അല്ലാത്തത് കൊണ്ട് നിനക്ക് ഇത് സാധ്യമല്ല. ഇങ്ങനെ മൂപ്പരോട് പറഞ്ഞു. ഇത് കേട്ട കർണന് സ്വാഭാവികമായിട്ടും വിഷമമുണ്ടായി. ഇത്യുക്തോങ്കിരസാം ശ്രേഷ്ഠം ആമന്ത്ര പ്രതിപൂജ്യ ജഗാമ സഹസാ രാമം മാഹേന്ദ്രം പർവ്വതം പ്രതി. അങ്ങനെയാണ് മൂപ്പര് മാഹേന്ദ്ര പർവ്വതത്തിൽ ഈ ദ്രോണാചാര്യർ ഇങ്ങനെ പറഞ്ഞത് കേട്ടിട്ട് പരശുരാമനെ പോയി കാണുന്നത്. അപ്പോൾ ക്ഷത്രിയന്മാർക്കല്ലാതെ ബ്രാഹ്മണന്മാർക്ക് വിദ്യ പറഞ്ഞു കൊടുക്കുന്ന ആളുണ്ട്. മൂപ്പര് അന്വേഷിച്ചു, അങ്ങനെ അറിഞ്ഞു. സതു രാമമുപാഗമ്യ ശിരസാഭിപ്രണമ്യ ച ബ്രാഹ്മണോ ഭാർഗവോസ്മീതി ഗൗരവേണാഭ്യഗച്ഛത്. അവിടെ കർണൻ പരശുരാമനെ ചെന്ന് കണ്ട് വിധിയാമണ്ണം നമസ്കാരാദികളൊക്കെ കൊടുത്ത് പറഞ്ഞു, ഞാൻ ഭൃഗുവംശത്തിൽ ഭാർഗവോസ്മീതി, ഭൃഗുവംശത്തിൽപ്പെട്ട ബ്രാഹ്മണനാണ് എന്ന് പറഞ്ഞു. ഇത് പഠിക്കണം, അതിനുവേണ്ടി അദ്ദേഹം പറയുന്നതാ, ബ്രാഹ്മണനാണ്, അതായത് വഴിയുള്ളല്ലോ. അതുകൊണ്ട് എന്നെ ശിഷ്യനായിട്ട് അങ്ങ് എന്നെ സ്വീകരിക്കണം എന്ന് പറയാം. രാമസ്തം പ്രജിജഗ്രാഹ പൃഷ്ട്വാ ഗോത്രാദി സർവശാം ഉഷ്യതാം സ്വാഗതം ചേതി പ്രതിമാംശ്ചാഭവോഗദൃശം ഭൃശം. ക്ഷമിക്കണം. അപ്പൊ പരശുരാമൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പരശുരാമൻ അവനോട് പ്രതിജഗ്രാഹ പൃഷ്ട്വ, അവനോട് ഗോത്രവും കാര്യങ്ങളും ഒക്കെ ചോദിച്ചു. ഗോത്രാദി സർവശ, ഗോത്ര സംബന്ധമായ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് അതൊക്കെ കേട്ടപ്പം സ്വാഗതം ച ഇതി, സ്വാഗതം, അവനെ നിനക്കിവിടെ എൻ്റെ കൂടെ നിൽക്കാം എന്ന് പറഞ്ഞു അവനെ കൂടെ നിർത്തി. തത്ര കർണസ്യ വസതോ മഹേന്ദ്രേ സ്വർഗസന്നിഭേ ഗന്ധർവൈ രാക്ഷസൈർ യക്ഷൈർ ദേവൈശ്ചാസീൻ സമാഗമ. അവിടെ വെച്ച് ആ സ്വർഗം പോലെ മനോഹരമായിട്ടുള്ള മഹേന്ദ്ര പർവ്വതത്തിൽ മൂപ്പര് താമസിച്ച് ദേവന്മാര്, ഗന്ധർവന്മാര്, രാക്ഷസന്മാര്, കിന്നരന്മാര് ഇവരെയൊക്കെ കാണാനും അവരോടൊക്കെ എന്താ പറയുക, അവരെയൊക്കെ അടുത്തറിയാനും അവസരം കിട്ടി. സ തത്രേഷ്വസ്ത്രമകരോത് ഭൃഗുശ്രേഷ്ഠാദി യഥാവിധി പ്രിയശ്ചാഭവത്
ഇത്യർത്ഥം ദേവദാനവരക്ഷസാം. അങ്ങനെ ഈ കർണൻ പരശുരാമനിൽ നിന്ന്, ഭൃഗുശ്രേഷ്ഠനായിട്ടുള്ള പരശുരാമനിൽ നിന്ന് വിധിയാംവണ്ണം ധനുർവേദം പഠിച്ച് അങ്ങനെ ദേവന്മാർക്കും ദാനവന്മാർക്കും രക്ഷസുകൾക്കും എല്ലാവർക്കും തന്നെ കർണൻ അവിടെ പ്രിയപ്പെട്ട ഒരാളായി തീർന്നു. സ കഥാചിത് സമുദ്രാന്തേ വിചരൻ ആശ്രമാന്തികേ ഏക ഗഡ്ഗു ധനുഷ്പാണി പരിചക്രാമ സൂര്യജ. അങ്ങനെ മൂപ്പര് ആ ആശ്രമ പരിസരത്ത് ഉലാത്തുന്ന സമയത്താണ് ഒരു അഗ്നിഹോത്രത്തിൽ അഗ്നിഹോത്ര പ്രസക്തസ്യ കശ്ചിത് ബ്രഹ്മവാദിത, ഒരു ബ്രാഹ്മണൻ, അഗ്നിഹോത്രാദിയിൽ മുഴുകിയിട്ടുള്ള ഒരു ബ്രാഹ്മണന്റെ യജ്ഞപശുവിനെ ആ ഭാഗത്ത് കണ്ടപ്പം സംഗതി അറിയാതെ മൂപ്പര ആ പശുവിനെ ഹോമധേനും എതിർച്ചയാ ആ പശുവിനെ ഈ കർണൻ വധിച്ചു. തതജ്ഞാനകൃതം മത്വ ബ്രാഹ്മണായ നിവേദയത് കർണ പ്രസാദംശ്ചൈന ഇതമിത്യമബ്രവീത് വച. അപ്പൊ ഈ കർണന് വേണമെങ്കിൽ അതിനെ മിണ്ടാതെ പോയാൽ മതി, ഒന്നും അറിയാത്തതുപോലെ. പക്ഷെ അത് ചെയ്യാതെ, അറിയാതെ, തദജ്ഞാനകൃതം മത്വ, തന്നാൽ അറിയാതെ ചെയ്യപ്പെട്ടതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ബ്രാഹ്മണായ നിവേദയൻ, ആ ബ്രാഹ്മണന്റെ മുൻപിൽ പോയി പറഞ്ഞു, ഇതെന്നാൽ അറിയാതെ ചെയ്യപ്പെട്ടു പോയതാണ്, അതുകൊണ്ട് അങ്ങ് പ്രായശ്ചിത്തം ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് ആ ബ്രാഹ്മണനോട് പറഞ്ഞു. അപ്പൊ ആ ബ്രാഹ്മണൻ എന്ത് ചെയ്തു എന്നാണെങ്കിൽ, അബുദ്ധിപൂർവം ഭഗവാന് ധേനുരേഷ ഹതാതവ മയാ തത്ര പ്രസാദം ച കുരുഷ്വേതി പുനഃപുനഃ. അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠരെ, ഞാൻ അറിയാതെ ചെയ്ത പശുവാണ്, അതുകൊണ്ട് അങ്ങ് എന്നോട് ഞാൻ ചെയ്ത അപരാധം അങ്ങ് പൊറുക്കണം, എന്നെ അനുഗ്രഹിക്കണം, ഞാൻ എന്താ വേണ്ടത് അതുപോലെ ചെയ്യാം പ്രായശ്ചിത്തം എന്ന് പറഞ്ഞു. തം സവിപ്രോബ്രവീത് ക്രുദ്ധോ വാച നിർഭയസന്നിവ ദുരാചാരവതാർഹസ്ത്വം ഫലം പ്രാപ്നുഹി ദുർമദേ യേന വിസ്പർദ്ധതേ നിത്യം യദർത്ഥം ഘടസേനിശം യുദ്ധ്യസ്തേന തേ പാപ ഭൂമിശ്ചക്രം ഗ്രസിഷ്യതി. അപ്പ കൊടുത്തു മൂപ്പരൊരു ശാപം. ഈ ബ്രാഹ്മണൻ എന്താ ശപിച്ചത്? കഠിനമായ വാക്കുകൊണ്ട് ശപിച്ചു. ഹേ ദുരാചാര, നിന്നെ ശരിക്ക് ഞാൻ വധിക്കേണ്ടതാണ്. വധാർഹസ്ത്വം, ദുരാചാര വധാർഹസ്ത്വം, നീ വധത്തിന് യോഗ്യനാണ്, വധശിക്ഷയ്ക്ക് യോഗ്യനാണ്. എന്തായാലും നീ ഫലം പ്രാപ്നുഹി ദുർമതേ, ദുർമതിയായ ബുദ്ധി കെട്ടവനെ, നീ ഇതിൻ്റെ ഫലം അനുഭവിക്കും. യേന വിസ്പർദ്ധസേ നിത്യം യഥർത്ഥം ഘടസേ നിശം യുദ്ധ്യസ്തേന തേ പാപ ഭൂമിശ്ചക്രം ഗ്രസിഷ്യതി. ആരെയാണോ നീ യുദ്ധത്തിൽ പരാജയപ്പെടുത്താൻ ശ്രമിക്കുക യുദ്ധഭൂമിയിൽ, ആ ആളോട് യുദ്ധം മുറുകുന്ന സമയത്ത് നിന്റെ രഥചക്രം ഭൂമിയിൽ താണുപോകും, സംശയം വേണ്ട. എന്നിട്ടോ തതശ്ചക്രേ മഹീഗ്രസ്തേ മൂർധാനം തേ വിചേതസ പാതയിഷ്യതി വിക്രമ്യ ശത്രുർഗച്ഛ നരാധമ. ഹേ അധമ, ഭൂമിയിൽ നിന്റെ തേര് താഴുമ്പോൾ അന്തം വിട്ട് നീ നിൽക്കും. അപ്പം നിന്റെ ശത്രു നിന്റെ തല അറുത്തിടും, നിനക്ക് പോവാം. യഥേയം ഗൗർഹദാ മൂഢ പ്രമത്തേന ത്വയാ മമ പ്രമത്തസ്യേതാരാധി ശിരസ്തേ പാതയിഷ്യതി. എന്തായാലും അഹങ്കാരിയായ നീ എൻ്റെ പശുവിനെ അശ്രദ്ധയിൽ കൊന്നതുപോലെ നിന്റെ ശത്രു നിന്റെ തലയും വീഴ്ത്തും, അതിൽ സംശയമില്ല. ശബ്ദ പ്രസാദയാമാസ കർണസ്തം ദ്വിജസത്തമം ഗോപിർധനൈശ്ച രത്നൈശ്ച സചൈനം പുനരബ്രവീത്. ഇങ്ങനെ ശാപം കിട്ടിയപ്പോൾ കർണൻ ആ ബ്രാഹ്മണന് അനേകം പശുക്കളെയും ധനവും രത്നവും കൊടുത്ത് ഞാൻ അങ്ങക്ക് സന്തോഷിപ്പിക്കാൻ മൂപ്പരൊരു ശ്രമം നടത്തി. ഗോഭിർധനൈശ്ച രത്നൈശ്ച സചൈനം പുനരബ്രവീത്. ഇതൊക്കെ ഓഫർ ചെയ്തുകൊണ്ട് മൂപ്പര് വീണ്ടും പറഞ്ഞു, നഹിമേ വ്യാഹൃതം കുര്യാത് സർവലോകാഭി കേവലം ഗച്ഛവാ തിഷ്ടവാ യദ്വാ കാര്യം തേ തത് സമാചര. മോനെ, ബ്രാഹ്മണനപ്പം പറഞ്ഞു, മോനെ, മുഴുവൻ ലോകം, ഈ ദുനിയാവ് മുഴുവൻ വിചാരിച്ചാലും എൻ്റെ വാക്കിനെ
ഇനി ലംഘിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് നീ ഇവിടെ ഗച്ഛവാ തിഷ്ഠവാ യതുവാ കാര്യം തേ തത് സമാചര, നീ ഇവിടെ നിൽക്കേ പോവുക എന്ത് വേണമെങ്കിലും നീ ചെയ്തോ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഇത്യുക്തോ ബ്രാഹ്മണേനാഥ കർണോ ദൈന്യാദധോമുഖ രാമമഭ്യഗദ്ഭീത തദേവ മനസാ സ്മരൻ. ഈ ബ്രാഹ്മണന്റെ ഈ ശാപം കർണന് വല്ലാത്ത ഒരു വിഷമുണ്ടാക്കി. അങ്ങനെ ആ വിഷമത്തോടുകൂടി കർണൻ തിരിച്ച് നമ്മുടെ ഭാർഗവരാമന്റെ പരശുരാമന്റെ ആശ്രമത്തിലേക്ക് തിരിച്ചെത്തി. ഇനി നമ്മുടെ അവസാനത്തെ അധ്യായം, ഇങ്ങനെ രണ്ടാമത്തെ അധ്യായം കഴിയുക. ഇനി അവസാനത്തെ അധ്യായം, ഇത് വളരെ പ്രധാനപ്പെട്ട അധ്യായം തന്നെ. കർണന് ബ്രഹ്മാസ്ത്രം കിട്ടുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതാണ്. നാരദ ഉവാച കർണസ്യ ബാഹുവീര്യേണ പ്രണയേന ദമേന ച തുതോഷ ഭൃഗുശാർദൂലഃ ഗുരുശുശ്രൂഷയാ തഥാ. ആ ഗുരുശുശ്രൂഷയിൽ വളരെ സന്തോഷവാനായിട്ടുള്ള പരശുരാമൻ അവനോട് അങ്ങേയറ്റം സന്തോഷമായി. എന്താണ്? കർണന്റെ വീര്യം, കർണസ്യ ബാഹുവീര്യേണ, പ്രണയം, സ്നേഹം, ദമം, ദമാശീലം, ഇതിലൊക്കെ സന്തോഷിച്ച് ഭൃഗുശാർദൂലനായിട്ടുള്ള ഗുരു അവന്റെ ശുശ്രൂഷയിലൊക്കെ വളരെ സന്തോഷവാനായി. തസ്മൈ സ വിധിവത് കൃഷ്ണം ബ്രഹ്മാസ്ത്രം സി നിവർത്തനം പ്രോവാചാകിലമവ്യഗ്രം തപസ്വി തത്തപസ്വിനെ. അങ്ങനെ അവന് തസ്മൈ സ വിധിവത് കൃഷ്ണം ബ്രഹ്മാസ്ത്രം സന്നിവർത്തനം, ആ പൂർണ്ണമായിട്ട്, കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി ബ്രഹ്മാസ്ത്രത്തെ ഉപയോഗിക്കാനും നിവർത്തിക്കാനുള്ള വിദ്യ പൂർണ്ണമായിട്ട് പഠിപ്പിച്ചു കൊടുത്തു. വിദിതാസ്ത്രസ്തകർണോ രമമാണോ ശ്രമേ ഭൃഗോഹോ ചകാരവൈധനുർവേദ യത്നമദ്ഭുത വിക്രമഃ. ഈ ബ്രഹ്മാസ്ത്രത്തിന്റെ ജ്ഞാനമൊക്കെ കിട്ടിയപ്പം കർണൻ പരശുരാമന്റെ ആശ്രമത്തിൽ സന്തോഷത്തോടുകൂടി വീണ്ടും അവിടെ താമസിച്ചു. അങ്ങനെ വീണ്ടും ധനുർവിദ്യയൊക്കെ മൂപ്പര് അഭ്യസിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്കെല്ലാവർക്കും അറിയുന്ന പ്രസിദ്ധമായ കഥ. ആ കഥയുടെ പൂർണ്ണഭാഗം പലർക്കും പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് അറിയില്ല. എന്തായാലും തതക്കഥാചിത് രാമസ്തു ചരന്നാശ്രമാന്തികാത് കർണേന സഹിതോ ധീമാൻ ഉപവാസേന കർഷിത സുഷ്വാപ ജാമദാഗ്ന്യസ്തു വിശ്രംഭോൽപ്പന്ന സൗഹൃദ കർണസ്യോത്സംഗ ആദായ ശിരക്ലാന്തമനാഗുരു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഈ കഥാചിത് ഒരു ദിവസം പരശുരാമൻ, രാമനാകട്ടെ, ആശ്രമത്തിൽ മൂപ്പര് കർണേന സഹിത ധീമാൻ ഉപവാസേന കർഷിത, ഉപവാസം കൊണ്ടൊക്കെ മൂപ്പര് ശരീരമൊക്കെ വളരെ ക്ലേശിച്ചിരിക്കുക. അങ്ങനെ ഈ പരശുരാമന്റെ മടിയിൽ തലയും വെച്ച്, ക്ഷമിക്കണം, കർണന്റെ മടിയിൽ തലയും വെച്ച് പരശുരാമൻ വിശ്രമിക്കുകയാണ്. മൂപ്പര് ഉപവാസം കൊണ്ടുള്ള ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെ വിശ്രമിക്കുന്നു. അപ്പോഴാണ് അധകൃമി ശ്ലേഷ്മമേതോ മാംസശോണിത ഭോജനാഹ ദാരുണോ ദാരുണസ്പർശ കർണസ്യഭ്യാശമാഗത. ഈ സമയത്താണ് ഒരു കൃമി, അതെങ്ങനെയുള്ള കൃമി? ശ്ലേഷ്മമേത മാംസ ശോണിത ഭോജന. ഇവൻ കഴിക്കാത്തതായിട്ടുള്ള ഒന്നുമില്ല. അതായത് രക്തവും മാംസവും മജ്ജയും ഒക്കെ കഴിച്ചെടുക്കുന്നത്. നമ്മുടെ ഈ ആമസോൺ കാട്ടിലുണ്ട്, ഒരു അരമണിക്കൂർ കൊണ്ട് ഒരു മനുഷ്യനെയൊക്കെ മൊത്തത്തിൽ കൊല്ലുന്ന, ഇതിങ്ങനെ കഴിച്ചു തീർത്ത് എല്ലും കൂടെ മാത്രമാക്കി വെക്കുന്ന ഒരു പ്രാണിയുണ്ട്. അങ്ങനെ ഒരു ഈച്ച, വണ്ട്. അത് വന്നിട്ട് തസ്യോരുമധാസ്യ ബിഭേദ രുതിരാശന നചൈനമശകൽ ക്ഷേപ്തും ഹന്തും വാപി ഗുരുർഭയാത്. ഈ രക്തം കുടിക്കുന്ന വണ്ടങ്ങോട്ട് കർണന്റെ തുടയിലിരുന്ന് തുട തുളയ്ക്കാൻ തുടങ്ങി. എന്നിട്ടോ, അപ്പൊ ഇയാൾക്ക് ഇതിനെ ഒരൊറ്റയടിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പരശുരാമന് എഴുന്നേക്കുമല്ലോ എന്ന് കരുതി മൂപ്പര് അവിടെ മിണ്ടാതിരുന്നു. സന്ദശ്യമാനസ്തു തഥാ കൃമിണ തേന ഭാരത ഗുരു പ്രബോധനാശങ്കി
നമുപൈക്ഷത സൂര്യജ. നോക്കൂ, നാരദരൊക്കെ ഉപയോഗിക്കുന്ന വാക്കുകൾ. സൂര്യജനായ, ആ സൂര്യനിൽ നിന്ന് ജനിച്ചവനായ ആ കർണൻ എത്ര വേദന തൻ്റെ ശരീരത്തിൽ ഉണ്ടാക്കിയിട്ടും ഗുരു ഉണരരുത് എന്ന് കരുതി ആ വേദനയെ സഹിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. കർണസ്തു വേദാനാം ധൈര്യാദസഖ്യാം വിനിർഗൃഹ്യതാം അകമ്പയൻ വ്യതയൻ ധാരയാമാസ ഭാർഗവം. ഈ അസഹ്യമായ വേദന അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിലും അതൊക്കെ സഹിച്ചുകൊണ്ട് വീണ്ടും മൂപ്പര് മടിയിൽ ആ തലയും വെച്ച് അങ്ങനെ ഇരുന്നു. യഥാസ്യ രുതിരേണാംഗം പരിസ്പൃഷ്ടം ഭൃഗൂദ്വഹ തഥാ ബുദ്ധ്യത തേജസ്വി സന്ത്രസ്തശ്ചേതമബ്രവീത്. അങ്ങനെ ഈ രക്തം ഒഴുകാൻ തുടങ്ങി. കർണന്റെ രക്തം പരശുരാമന്റെ ശരീരത്തിലേക്ക് പറ്റിയപ്പം പെട്ടെന്ന് മൂപ്പര് ഉണർന്നു. അഹോസ്മ്യശുചിതാം പ്രാപ്തഃ കിമിദം ക്രിയതേ ത്വയാ കഥയസ്വ ഭയം ത്യക്ത്വാ യഥാ തത്യമിദം മമ. ഹൈ, ഇതെന്താണിടോ ഇത്? അഹോ അസ്മി അശുചിതാം, ഞാൻ അശുദ്ധനായല്ലോ. എന്താണിത്? കിമിതം ക്രിയതേ, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? നീ പേടിക്കണ്ട. കഥയസ്വ ഭയം ത്യക്ത്വ കഥയസ്വ, ഭയത്തെ മാറ്റിയിട്ട് പറയൂ എന്താ സംഭവിച്ചത് എന്ന് എന്നോട് സത്യം പറയൂ. തസ്യ കർണസ്തദാശ്ചഷ്മ കൃമിണ പരിഭാഷണം ദദർശ രാമസ്തം ചാപി കൃമിം സൂകരസന്നിഭം. അപ്പോഴാണ് ഈ കർണന്റെ തസ്യ കർണ തഥാ ആജഷ്ടകൃമിണ പരിഭക്ഷണം. ആ കൃമി ഇങ്ങനെ ഒരു പന്നി കണക്കെ എന്നാ പറഞ്ഞത്, അതിന് കണക്കെ അതങ്ങനെ തൊടയിൽ തുളച്ചു കയറിയിട്ട് അതിലിങ്ങനെ അർമാദിക്കുകയാണ്. അഷ്ടപാദം തീക്ഷ്ണദ്രംഷ്ടം സുജിബീരിവ സംവൃതം രോമഭി സന്നിരുദ്ധാംഗം അലർക്കം നാമത. ഈ അലർക്കം എന്ന് പറഞ്ഞിട്ടുള്ള അതാണ് അലർക്കം നാമ. അലർക്കം എന്നാണ് ഈ വണ്ടിന്റെ പേര്. ഇതാണെങ്കിലും ഇതിന് 8 കാലുണ്ട്, നല്ല മൂർച്ചയുള്ള പല്ലുണ്ട്. ശരീരം മുഴുവൻ ഇങ്ങനെ സൂചിബി സംവൃതം, സൂചി കൊണ്ട് ആവരണം ചെയ്യപ്പെടും. മുള്ളംപന്നിയെ പോലത്തെ ഒരു സാധനമാണ്. ഒരു മുള്ളംപന്നി എന്ന് വേണമെങ്കിൽ പറയാം. അത് ശരീരത്തിനകത്ത് ചെറിയൊരു മുള്ളംപന്നി ശരീരത്തിനുള്ളിലേക്ക് കയറി എങ്ങനെ ഉണ്ടാവും? സദൃഷ്ടമാത്ര രാമേണ കൃമി പ്രാണ വാസൃജത് തസ്മിന്നേവാ സൃജി ക്ലിന്നം അത്ഭുതമിവാഭവത്. അപ്പൊ തന്നെ പരശുരാമൻ അതിനെ അങ്ങോട്ട് നോക്കിയപ്പോഴേക്കും ആ ജീവിയുടെ കഥ കഴിഞ്ഞു, അത് മരിച്ചു. എന്നിട്ടോ തതോന്തരീക്ഷേ ദദൃശേ വിശ്വരൂപ കരാളവാന് രാക്ഷസോ ലോഹിതഗ്രീവ കൃഷ്ണാംഗോ മേഘവാഹന. ആകാശത്തില് ഒരു വലിയ ശരീരം പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ഒരു രാക്ഷസന്റെ രൂപം പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ ആ രാക്ഷസനോട് പരശുരാമൻ ചോദിക്കുക, സരാമം പ്രാഞ്ജലിർഭൂത്വ ബഭാഷേ പൂർണ്ണമാനസഃ സ്വസ്തിതേ ഭൃഗുശാർദൂല ഗമിഷ്യേഹം യഥാഗതം മോക്ഷിതോ നരകാദസ്മാത് ഭവതാ മുനിസത്തമാ ഭദ്രം തവാസ്തു വന്ദേ ത്വാം പ്രിയം മേ ഭവതാകൃതം. ആ രാക്ഷസൻ അദ്ദേഹത്തിന്റെ ആഗ്രഹം സഫലമായത് കൊണ്ട് അങ്ങനെ കൈകൂപ്പി പരശുരാമനോട് പറയുക, അല്ലയോ ഭൃഗുശ്രേഷ്ഠ, അങ്ങേക്ക് നല്ലത് വരട്ടെ എന്ന് പറഞ്ഞു. എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ ഇനി വന്ന പോലെ ഞാൻ പോവുകയാണ്. ഗമിഷ്യേഹം യഥാഗതം, വന്ന പോലെ ഞാൻ പോവുകയാണ്. എന്നെ മോക്ഷിതോ നരകാദസ്മാത്, എന്നെ ഈ നരകത്തിൽ നിന്ന് അങ്ങ് മോചിപ്പിച്ചു. എനിക്ക് ഏറ്റവും വളരെ പ്രിയപ്പെട്ട കാര്യമാണ്. ഭദ്രം തവ, അങ്ങയാൽ ഞാൻ ഭദ്രം ചെയ്യപ്പെട്ടവനായി ഞാൻ, അതുകൊണ്ട് എനിക്ക് നമസ്കാരം, അങ്ങേക്ക് നമസ്കാരം എന്ന് പറഞ്ഞു മൂപ്പര് പോയി. തമുവാച മഹാബാഹു ജാമദഗ്നി പ്രതാപവാൻ കസ്ത്വം കസ്മാച്ഛ നരകം പ്രതിപ്പന്നോ ബ്രവീഹി തത്. അപ്പോ ആ പരശുരാമൻ അവനോട് ചോദിച്ചു, നിനക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടായത് എന്ന്. അപ്പൊ ആ പുഴുവായിരുന്ന അവൻ പറയുകയാണ്, എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ വന്നത് എന്ന്. സോബ്രവീത്
അഹമാസം പ്രാഗ് ദംശോ നാമ മഹാസുര പുരാ ദേവയുഗേ താത ഭൃഗോസ്തുല്യവയായുവ. ഞാൻ പണ്ട് ഈ ഭൃഗു, അങ്ങയുടെ അച്ഛൻ്റെ മഹർഷിയുടെ ആ ഗോത്രത്തിൽ അവിടെ എനിക്ക് എന്താണ് ദംശൻ എന്നുള്ള പേരിൽ ഞാനൊരു അസുരനായിരുന്നു. അങ്ങനെയോ സോഹം ഭൃഗോ സുതൈതാം ഭാര്യാപഹരം ബലാല് മാർഷേഭിശാപേന കൃമിഭൂതോപതംഭുവി. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയെ അടിച്ചു മാറ്റി, അങ്ങനെ എന്നെ ശപിച്ച് ഞാൻ ഈ വഴിയിലായതാണ്. അതുകൊണ്ട് അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് ഇപ്പൊ ഞാൻ ഇങ്ങനെ ആ ശാപമാണ് മലമൂത്ര മാംസം ഇത്യാദി ഭക്ഷിച്ച് ജീവിക്കുക എന്ന് എനിക്കൊരു ശാപം കിട്ടി. ആ ശാപം കൊണ്ട് ഞാൻ ഇങ്ങനെയായി തീർന്നതാണ്. ഏതായാലും എനിക്ക് ശാപമോക്ഷവും കിട്ടി. അതുകൊണ്ട് എനിക്ക് അങ്ങയുടെ ഇതിൽ നിന്ന് തന്നെ എനിക്ക് മോക്ഷവും കിട്ടി. ഏവമുക്ത്വാ നമസ്കൃത്യ ഏവ രാമം മഹാസുര രാമകർണം ച സക്രോധം ഇതം വചനം അബ്രവീത്. ഇങ്ങനെ പരശുരാമനെ അദ്ദേഹം വീണ്ടും നമസ്കരിച്ച് മൂപ്പര് പോയി. അത് കഴിഞ്ഞ് അതിദുഃഖം ഇതം മൂഢ ന ജാതു ബ്രാഹ്മണ സഹേത് ക്ഷത്രിയസ്യേവ തേ ധൈര്യം കാമയാ സത്യമുച്യതാം. അപ്പൊ പരശുരാമന് മനസ്സിലായി. പരശുരാമൻ പറയാണ്, ഹേ മൂഢ, ഇങ്ങനെയുള്ള കഠിന വേദന സഹിക്കാൻ ബ്രാഹ്മണന് സാധ്യമല്ല. നീ ക്ഷത്രിയനാണ്, അതുകൊണ്ട് സത്യം പറ, നീ ആരാണ്? തമുവാച തതകർണ ശാപാതിഭീത പ്രസാദയന് ബ്രഹ്മക്ഷത്രാന്തരേ ജാതം സൂതം മാം വിദ്ധി ഭാർഗവ രാധേയ കർണ ഇതി മാം പ്രവദന്തി ജനാഭുവി പ്രസാദം കുരുമേ ബ്രഹ്മന് അസ്ത്രലുബ്ധസ്യ ഭാർഗവ. ഉള്ള സത്യം മുഴുവൻ മൂപ്പര് പറയുക. എന്നെ ശപിക്കരുത് എന്നുള്ള മട്ടിലും മൂപ്പര് പറഞ്ഞു. ഞാൻ ബ്രാഹ്മണനുമല്ല, ശരിക്കും പറഞ്ഞാൽ ഞാൻ ക്ഷത്രിയനുമല്ല, ഞാൻ സൂതവംശത്തിലാണ് ജനിച്ചത് എന്നാണ് എന്നെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് ഞാൻ കർണനാണ്, രാധാപുത്രനാണ്. ആയുധവിദ്യ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്തത്, എന്നോട് ക്ഷമിക്കണം. പിതാ ഗുരുർന്ന സന്തോഹോ വേദവിദ്യ പ്രദപ്രഭു അതോ ഭാർഗവ ഇത്യുക്തം മയാ ഗോത്രം തവാന്തികേ. അതുകൊണ്ട് വേദവും വിദ്യയും ദാനം ചെയ്യുന്ന ഗുരു പിതാവിന് തുല്യമാണല്ലോ. അതുകൊണ്ട് എൻ്റെ ഗോത്രം ഭാർഗവ ഗോത്രമാണ് എന്ന് പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ കളവല്ല പറഞ്ഞത്. തമുവാച ഭൃഗുശ്രേഷ്ഠ സരോഷ പ്രഹദന്നിവ ഭ്രമൗ നിപതിതം ദീനം വേപമാനം കൃതാഞ്ജലിം. അങ്ങനെ പരശുരാമൻ ഇങ്ങനെ തന്നെ ദഹിപ്പിക്കുമോ എന്നുള്ള മട്ടിലായി അങ്ങനെ എന്തായാലും ദണ്ഡനമസ്കാരം ചെയ്ത് ഇങ്ങനെ കിടക്കുന്ന കർണനോട് പരശുരാമൻ പറയുകയാണ്, ഇതാണ്, നീ ബ്രഹ്മാസ്ത്രം കിട്ടണം എന്നുള്ള യസ്മാത് മിത്യോപചരിതോ ഹ്യസ്ത്ര ലോപഹിത ത്വയാ തസ്മാത് തദ്ധിതേ മൂഢ ബ്രഹ്മാസ്ത്രം പ്രതിഭാസ്യതി അന്യത്ര വധക്കാലാത് തേ സദൃശേന സമീയുഷ. നീ ബ്രഹ്മാസ്ത്രം കിട്ടാൻ വേണ്ടിയിട്ട് അത് വിദ്യ പഠിക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നത്, കളവ് പറഞ്ഞ് താമസിച്ചു. അതുകൊണ്ട് നിന്നോട് തുല്യമായിട്ട് ആര് ഏറ്റുമുട്ടുന്നോ ആ സമയം വരെയും, മരണസമയം അടുക്കുന്ന സമയം വരെ മാത്രമേ നിനക്ക് ബ്രഹ്മാസ്ത്രം ഓർമ്മയുണ്ടാവുള്ളൂ. അബ്രാഹ്മണേ നഹി ബ്രഹ്മ ധ്രുവം തിഷ്ഠേത് കഥാചന ഗച്ഛേദാനീം ന തേ സ്ഥാന അനുദർസ്യേഹ വിദ്യതേ. അതുകൊണ്ട് ബ്രാഹ്മണനല്ലാത്ത ഒരുവന്റെ മനസ്സിൽ ബ്രഹ്മാസ്ത്രം ഉറച്ചു നിൽക്കില്ല. അതുകൊണ്ട് നിനക്ക് പോവാം. കളവ് പറയുന്നവർക്ക് ഇവിടെ സ്ഥാനമില്ല. പക്ഷേ നിനക്ക് എൻ്റെ അനുഗ്രഹം കൊണ്ട് നിന്നോട് കടപിടിക്കാൻ തക്ക ഒരു ക്ഷത്രിയനും ഈ ഭൂമണ്ഡലത്തിൽ ഉണ്ടാവില്ല, അതിൽ സംശയമില്ല എന്ന് പറഞ്ഞു. ഏവമുക്തസ്സ രാമേണ ന്യായേനോപജഗാമഃ ദുര്യോധനമുപാഗ കൃതോസ്മീത് ച അബ്രവീത്. ഇങ്ങനെ പരശുരാമന്റെ വാക്ക് കേട്ട് പരശുരാമനെ നമസ്കരിച്ചിട്ട് കർണൻ അവിടുന്ന് മടങ്ങുകയാണ്. അങ്ങനെ കർണന്റെ സഹായത്തോടുകൂടി ഈ ദുര്യോധനൻ കലിംഗ രാജ്യത്തുള്ളവരെ മുഴുവൻ തോറ്റു ഓടിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്. മാത്രമല്ല, ഈ കർണനെക്കുറിച്ച് ഇവിടെ അവസാനം നാരദർ പറയുന്നുണ്ട്, അനേകം പേരാൽ ചതിക്കപ്പെട്ടു, അനേകം പേരുടെ വഞ്ചനയ്ക്ക് പാത്രീഭൂതനായിരുന്നവനാണ്
വാസ്തവത്തിൽ കർണൻ. ഇങ്ങനെ ഇങ്ങനെ പോകുന്നു. ഇവിടുന്ന് ഇനി കർണന്റെ കുണ്ടലം എന്താ ആ, ആ, ഈ ചതിയിലൂടെ വശപ്പെടുത്തുന്നതും ഇതാ ഈ അവസാന ശ്ലോകം കൊണ്ട് പറയുകയാണ്, ഏവം ശപ്തസ്തവ ഭ്രാത ബഹുഭിശ്ചാപി വഞ്ചിത നശോച്യ പുരുഷവ്യാഘ്ര യുദ്ധേന നിധനം ഗത. അല്ലയോ പുരുഷശ്രേഷ്ഠനായിട്ടുള്ള യുധിഷ്ഠിര, ഇങ്ങനെ താങ്കളുടെ ജ്യേഷ്ഠനായിട്ടുള്ള കർണൻ അനവധി പേരാൽ വഞ്ചിക്കപ്പെട്ടത് കൊണ്ട് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതാണ്. ഏവം ശക്തസ്തവ ഭ്രാത ബഹുഭിശ്ചാപി വഞ്ചിത നശോച്യ പുരുഷവ്യാഘ്ര യുദ്ധേന നിധനം ഗത. അതുകൊണ്ട് ഒരുപാട് പേരാൽ വഞ്ചിക്കപ്പെട്ടവനാണ് കർണൻ, അങ്ങയുടെ സഹോദരൻ. അങ്ങ് പറഞ്ഞത് ശരിയാണ്. ഇവിടെ ഇനി എനിക്ക് ചെയ്യാനുള്ളത് എന്താണ്? ഇത് മാത്രമാണ്. ഈ മാത്രമല്ല, ഈ നമ്മൾ ഈ പറഞ്ഞ വസ്ത്രാക്ഷേപ സമയത്ത് കർണൻ ഇങ്ങനെ ഓരോ വേണ്ടാധീനങ്ങൾ പറഞ്ഞു എന്ന് പറയുന്നുണ്ടല്ലോ. കർണൻ ധർമ്മം വിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല വാസ്തവത്തിൽ. ഈ കർണൻ ഈ പറഞ്ഞ ഇവർക്ക് ഇങ്ങനെ വസ്ത്രം അഴിക്കുന്നതിൽ തെറ്റൊന്നും, വസ്ത്രം അഴിച്ചു വാങ്ങാൻ പറയുന്നത് കർണനാണ്. ആ വസ്ത്രം അഴിച്ചു വാങ്ങാൻ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അമ്പലത്തിനകത്ത് പോകാൻ വസ്ത്രം അഴിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർവെയർ വരെ ഊരണം എന്നല്ല. അത് പാണ്ഡവന്മാരോടും വസ്ത്രം അഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്താന്ന് പറഞ്ഞാൽ ഉത്തരീയം അഴിക്കുക എന്നുള്ള, അത് ബഹുമാന സൂചകമായിട്ട് രാജചിഹ്നത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അഴിച്ചു മാറ്റി വെക്കുക. അത് പറയുന്ന സമയത്ത് ആ ഭാഗം വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്. ഇപ്പം അതിലേക്ക് പോകുന്നില്ല, എടുക്കാവുന്നതാണ്. ഇതേപോലെ ശ്ലോകം ചൊല്ലി എടുക്കാവുന്ന. അപ്പം അവിടെ എന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ, അപ്പോൾ പാണ്ഡവന്മാരൊക്കെ ഈ കിരീടവും കാര്യങ്ങളും ഒക്കെ താഴെ വെക്കുകയും മേൽവസ്ത്രം അവർ ഉത്തരീയം അഴിച്ചു വെക്കുകയും ചെയ്തു. ആ സമയത്ത് ഈ ദുശാസനൻ പോയിട്ട്, വാസ്തവത്തിൽ ഈ പ്രാതിഗാമിയാണ് ഇതിൻ്റെ ഇടയിൽ പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരികയും ഇതൊക്കെ ചെയ്യുന്നത്. എന്തായാലും ദുശാസനം പോയിട്ടാണ് ഇത് പിടിക്കുന്നതും വരിക്കുന്നതും. ദുശാസനോട് അങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. എന്തായാലും ഈ സമയത്ത് കർണൻ പറഞ്ഞ കാര്യങ്ങളുണ്ട്. ആ കർണൻ പറയുന്നത് എന്താണ്? കർണ ഉവാച അവിടെ വരുന്നതാണ് 72ാമത്തെ ഇതിൽ. അതേതാണ്? ശാന്തിപർവമല്ല, സഭാപർവം 2ാം പർവത്തിലാണ് വരിക. യാനശ്രുതാ മനുഷ്യേഷു സ്ത്രിയോ രൂപേണ സമ്മതാഹ താസാം ഏതാദൃശം കർമ്മ നഖസ്യാശ്ചന ശുശ്രുമ. അതിഗംഭീരമായിട്ട് ദ്രൗപദിയെ കുറിച്ച് പറയാണ്. എന്താ പറയണെന്നറിയോ? കർണ ഉവാച, കർണം പറയാണ്, യാന ശ്രുതാ മനുഷ്യേഷു സ്ത്രിയോ രൂപേണ സമ്മതാഹ താസാം ഏതാദൃശം കർമ്മ നഖസ്യാശ്ചന ശുശ്രുമ. ഈ മനുഷ്യേഷു സ്ത്രീയ, മനുഷ്യരിൽ ഇത്രയും സുന്ദരികളായിട്ടുള്ള രൂപേണ സമ്മത, ഇത്രയും സൗന്ദര്യമാർന്ന ഏതെങ്കിലും ഒരു സ്ത്രീ മനുഷ്യകുലത്തിൽ ഇങ്ങനെയുള്ള താസാം ഈദൃശം അത്ഭുതമായ പ്രവൃത്തി കർമ്മം ചെയ്തതായിട്ട് അസ്യ കശന ശുശ്രുമ ഒരിക്കൽ പോലും കേട്ടിട്ടില്ല. എന്താണ്? വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാ ദ്രൗപദിയെക്കുറിച്ച്, പാഞ്ചാലിയെക്കുറിച്ച്. ക്രോധാവിഷ്ടേഷു പാർത്തേഷു ധാർത്തരാഷ്ട്രേഷു ചാപ്യതി ദ്രൗപദി പാണ്ഡുപുത്രാണാം കൃഷ്ണ ശാന്തിരിഹാഭവത്. ഈ ക്രോധാവിഷ്ടേഷു പാർത്തേഷു ധാർത്തരാഷ്ട്രേഷു ച അഭിയതി, ഇവരൊക്കെ തന്നെ ആര്? പാണ്ഡവന്മാരും കൗരവന്മാരും അങ്ങേയറ്റം കോപം പൂണ്ട് പരസ്പരം അതും ഇതുമൊക്കെ പറഞ്ഞു നിൽക്കുന്ന സമയത്ത് ദ്രൗപദി എന്ത് ചെയ്തു? ദ്രൗപദി പാണ്ഡുപുത്രാണ്, ഈ പാണ്ഡവന്മാർക്ക് കൃഷ്ണ, ഈ ദ്രൗപദി എന്താ ചെയ്തത്? ശാന്തിഹി ഇഹാഭവത്, ശാന്തിയെ നൽകുന്നവളായി. അവളാണ് ഇവരെ സമാധാനിപ്പിച്ചത്. അപ്ലവേംബസി മഗ്നാന അപ്രതിഷ്ഠൈ നിമജ്ജതാം പാഞ്ചാലി പാണ്ഡുപുത്രാണാം നൗരേഷ പാരഘാഭവത്. എന്താ വാസ്തവത്തിൽ പാഞ്ചാലി പാണ്ഡവന്മാർക്ക് അപ്ലവേംബസി മഗ്നാന, ഈ അമ്പസിൽ മഗ്നന്മാരായി മുങ്ങിത്താഴുന്ന സമയത്ത്, ഈ അഗാധ സമുദ്രത്തിലേക്ക് മുങ്ങുന്ന ഇവരെ പാഞ്ചാലിയാണ് ഒരു
കടത്തുകാരിയായിട്ട് ഒരു തോണി പോലെയാണ് ഇവർ വാസ്തവത്തിൽ ഇവർ പെരുമാറിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ പാഞ്ചാലി, അതായത് നിങ്ങൾ വെറും കിഴങ്ങന്മാരാണടാന്ന് കർണൻ ഇൻഡയറക്റ്റ് ആയിട്ട് പറയുകയാണ്, പാഞ്ചാലിയെ അവിടെ പുകഴ്ത്തുകയാണ്. അതേസമയം പാഞ്ചാലിയെ മുഴുവൻ അധിക്ഷേപിച്ച സമയത്ത് കർണൻ പാഞ്ചാലിയെ ഈ പറഞ്ഞ പോലെ അധിക്ഷേപിച്ചു എന്നൊക്കെ നമ്മൾ പറയുന്നതിന് ഭീമൻ പറയുന്ന മറുപടി ഉണ്ട്. ഭീമൻ എന്താ പറയുന്നത്? ഭീമ ഉവാച നാഹം കുപ്യേ സൂതപുത്രസ്യ രാജൻ ഏഷ സത്യം ദാസധർമ്മ പ്രതിഷ്ഠ കിം വിദ്യുഷോ വൈ മാമേവ വ്യാഹരേ നാദേവീസ്ത്വം യദ്യനയാ നരേന്ദ്ര. ഭീമസേനൻ പറയുന്നത് എന്താണ്? അഹം കുപ്യേ സൂതപുത്രസ്യ, എനിക്ക് കർണനോട് യാതൊരു ദേഷ്യവുമില്ല. എന്താണ് അയാൾ പറഞ്ഞത്? എന്താണ് സത്യം? അയാൾ പറഞ്ഞത് യഥാർത്ഥത്തില് ദാസധർമ്മ പ്രതിഷ്ഠ. അപ്പൊ ഈ ദാസനായി കഴിഞ്ഞാലുള്ള ധർമ്മം എന്താണ്? പണയപ്പെട്ട വസ്തുവിന്റെ മേലിൽ അധികാരം ഉന്നയിക്കുമ്പോഴുള്ള കാര്യത്തെക്കുറിച്ചാണ് കർണൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് കർണനോട് ഒരു ദേഷ്യവും ഇല്ല. അവൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ ദാസധർമ്മമാണ് പ്രതിഷ്ഠ. അതുകൊണ്ട് എന്താണ്, ദ്രൗപദിയെ പണയം വെച്ച് കളിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെയുള്ള വാക്ക് കേൾക്കേണ്ടതായിട്ടില്ലല്ലോ. അതുകൊണ്ട് വൈശമ്പായനൻ ഭീമസേനൻ യുധിഷ്ഠിരനോട് പറഞ്ഞു, അങ്ങ് ദ്രൗപദി ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയൂ എന്ന്. അപ്പം നമ്മൾ ഈ ഇതൊക്കെ ഇതൊക്കെ ആലോചിക്കേണ്ടതാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം ഇനിയുണ്ട്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇവിടെ നമ്മൾ ഈ സമയത്തെ കൂടുതൽ എടുക്കുന്നില്ല, നിങ്ങളുടെ സമയത്തെ നമ്മൾ മാനിക്കുന്നു. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താന്ന് പറഞ്ഞാൽ, കൃഷ്ണൻ കഴിഞ്ഞാൽ മഹാഭാരതത്തിൽ കർണന് ഏറ്റവും വലിയ സ്ഥാനം വ്യാസര് നൽകിയിട്ടുണ്ട്. കർണൻ എന്തുകൊണ്ട് നമ്മുടെ നാരദരിലൂടെ ഈ രഹസ്യം അവതരിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർണനും നിസ്സഹായനാണ്. പ്രകൃതി ഗുണത്തിനനുസരിച്ച് കർണൻ പ്രവർത്തിക്കുന്നു. ഏവം പ്രവർത്തിതം ചക്രം എന്ന് പറയുന്ന ആ പ്രകൃതിജൈഹി ഗുണൈഹി, പ്രകൃതി ഗുണത്തിനനുസരിച്ച് അതിൽ നിന്നുണ്ടായ ഗുണത്തിൽ നിന്ന് കർണനും വേറിട്ട് നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണെങ്കിലും കർണൻ എന്താണ്, ഈ മഹത്വം കർണനിൽ നിന്ന് ഒരു അണുവിട പോലും വ്യതിചലിപ്പിക്കാൻ ഇവരാരും ശ്രമിച്ചിട്ടില്ല. എന്നാൽ ദുര്യോധനനിൽ വ്യാസൻ അങ്ങനെ വലിയ നന്മകളൊന്നും നിറച്ചിട്ടില്ല. പേര് സുയോധനൻ എന്നൊക്കെ ഇടയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും കർണനെ പോലെ കർണൻ ഈ കൂടി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കർണൻ നിങ്ങൾ ഈ പറയുന്നത് പോലെ തെരുവുണ്ടയുടെ സ്റ്റൈലിലൊക്കെ കർണനെ കാണുമ്പോൾ അത് വ്യാസനെ നിന്ദിക്കലാണ്. മാത്രമല്ല കർണൻ ഇവരുടെ മൂത്ത പുത്രനുമാണ്, സൂര്യന്റെ പുത്രനാണ്, കുന്തിയിൽ ജനിക്കുന്നതാണ്. രണ്ടും അസാമാന്യമായ മാതൃ ബന്ധമാണ്. ഇവർക്കാർക്കും കൈവശം വരാത്ത ഒന്നാണ്. ഏറ്റവും പിതാവാരെന്ന് ചോദിച്ചാൽ സൂര്യൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് വേറെ ആരാണുള്ളത്? അങ്ങനെ ഒരാളെ നമ്മൾ താഴ്ത്തുക എന്ന് പറയുന്നത് നമ്മുടെ വിവരക്കേട് മാത്രമാണ്. നമ്മുടെ അല്പജ്ഞാനം കൊണ്ട് എന്തൊക്കെയോ വളവളാന്ന് പറയുന്നു. അല്ലാതെ മഹാഭാരതത്തിൽ നിന്ന് നിങ്ങൾക്ക് അങ്ങനെ മഹാഭാരതത്തിൽ കർണനെ കുറിച്ച് തോന്നിയാസൊന്നും പറഞ്ഞിട്ടില്ല. ഇത് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അത്രയും അരിശം പൂണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് അദ്ദേഹത്തിൻ്റെ കാലുകൾ കാണുമ്പം ഞാൻ ശാന്തനാകുന്നു. എനിക്ക് എൻ്റെ അമ്മയുടെ കാലാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എനിക്കതിൻ്റെ കാരണം എത്ര ആലോചിച്ചിട്ടും പിടികിട്ടില്ലായിരുന്നു എന്നൊക്കെ വ്യാസൻ അങ്ങനെ ഘടിപ്പിച്ചു വെക്കണമെങ്കിൽ ആരാണ് കർണൻ? മാത്രം ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ പറഞ്ഞ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് ഈ യുദ്ധഭൂമിയിൽ കർണനെ അറിയില്ലേ ഇവന്മാരെയൊക്കെ ഇതാക്കാൻ? അങ്ങനെ കർണൻ ഒരു എംബോക്കി ആയിരുന്നുവെങ്കിൽ അമ്മ അവരോട് പോയി പണി നോക്കാൻ പറയും. എന്നെ ജനിച്ചപ്പോൾ പെട്ടിയിലാക്കി തള്ളി വിട്ടിട്ട് ഇപ്പം വന്ന് നിർമ്മം ഉപദേശിക്കുക. ഇവന്മാരെയൊക്കെ ആ കാലപുരിക്ക് അയക്കാൻ പാകതയുള്ളവനാണ്. അതിലൊരു തർക്കവുമില്ല. അപ്പം എന്നിട്ട് പോലും എന്തിനാണ് സ്വയം അങ്ങനെ വിട്ടു പോയിട്ടുള്ളത്? അത് വളരെ വളരെ കർണനെ പോലെ. അതുകൊണ്ടാണ് കർണന് സദൃശനായി മഹാഭാരതത്തിൽ ആരും തന്നെ ഇല്ല. ആകെ ഉള്ളത് കൃഷ്ണനാണ്. ഇത്രയാണ് നമുക്കിതിൽ പറയാനുള്ളത്.